കണ്ട എല്ലാവർക്കും നമസ്കാരം. SNM ട്രെയിനിങ് കോളേജിലെ ലിറ്റററി ക്ലബ്ബും ലൈബ്രറി റീഡേഴ്സ് ഫോറവും സംയുക്തമായി എല്ലാ വ്യാഴാഴ്ചയും നടത്തിപ്പോരുന്ന വ്യാഴാഴ്ച പ്രതിവാര പുസ്തക നിരൂപണത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുസ്തകങ്ങളെ മറ്റുള്ളവരിലേക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടും നമ്മുടെ സാഹിത്യ ലോകത്ത് പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന പുതിയ രചനകളെയും എഴുത്തുകാരെയും വായനക്കാരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയും കൂടാതെ നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിലെ വായനയെ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുമാണ് നമ്മൾ ഈ പ്രതിവാര പുസ്തക നിരൂപണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ വ്യാഴാഴ്ച നമ്മൾ മറ്റൊരു പുസ്തകത്തെക്കുറിച്ച് ചർച്ച ചെയ്യുവാനാണ് ഒത്തുകൂടിയിരിക്കുന്നത്. നൗഷാദ് സാർ എഴുതിയ മുറിവേറ്റവർക്കുള്ള കഥകൾ എന്ന പുസ്തകത്തെയും എഴുത്തുകാരനെയുമാണ് നമ്മൾ ഇന്ന് ഇവിടെ പരിചയപ്പെടുന്നത്. ഈ പരിപാടിയിലേക്ക് സ്വാഗതം പറയുന്നതിനായി 2ാം വർഷ BEd മലയാളം വിദ്യാർത്ഥിനി ലയന ടിയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കാണാത്ത ലോകം കാണിക്കുകയും കേൾക്കാത്ത ശബ്ദം കേൾപ്പിക്കുകയും ചെയ്യുന്ന മാന്ത്രികമാണ് പല പുസ്തകങ്ങളും. നമുക്കെല്ലാവർക്കും വായനയുടെ മഹത്വത്തെക്കുറിച്ച് അറിയാം. ഓരോരുത്തരുടെയും ബുദ്ധിശക്തിയെ വളർത്താനും ചിന്താരീതിയെ മാറ്റിക്കുറിക്കുവാനും മാനസിക വളർച്ചയെ ഊർജപ്പെടുത്തുവാനും ഭാഷാ നൈപുണ്യത്തെ ഉയർത്തുവാനും വായന സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മളിലെ വായനാശീലം ഊർജിപ്പിക്കുന്നതിനും വിവിധ പുസ്തകങ്ങളെ നമ്മളിലേക്ക് പരിചയപ്പെടുത്തുന്നതിനും SNM ട്രെയിനിങ് കോളേജ് മൂത്തകുന്നവും ലൈബ്രറി റീഡേഴ്സ് ഫോറവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വ്യാഴാഴ്ച വായനാഴ്ച പ്രതിവാര പുസ്തക നിരൂപണത്തിലേക്ക് ഞാൻ ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആദ്യം തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സുസ്മിത മിസ്സിനെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ഈ പരിപാടിയുടെ മുഖ്യാതിഥിയും എഴുത്തുകാരൻ, ഡോക്യുമെന്ററി സംവിധായകൻ, അധ്യാപകൻ എന്നീ നിലകളിലെല്ലാം തന്റെ കയ്യൊപ്പ് ചാർത്തിയ ഇന്നിവിടെ അവതരിപ്പിക്കാനായി പോകുന്ന മുറിവേറ്റവർക്കുള്ള കഥകൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് കൂടിയായ നൗഷാദ് സാറിനെ ഏറെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ പുസ്തകാവതരണം നടത്തുന്നത് നമ്മുടെ കോളേജിന്റെ അഭിമാനവും തന്റെ സ്നേഹം കൊണ്ടും കരുതൽ കൊണ്ടും ചുറ്റുമുള്ള മനുഷ്യരെയെല്ലാം ചേർത്ത് പിടിക്കുന്ന പ്രിയപ്പെട്ട അധ്യാപകൻ ഡോക്ടർ KS കൃഷ്ണകുമാർ മാഷാണ്. ഒരുപാട് സ്നേഹത്തോടെ മാഷിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ടീച്ചർ കോർഡിനേറ്റർ പ്രിയപ്പെട്ട ഹീര മിസ്സിനെയും ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന എല്ലാ പുസ്തക പ്രേമികളെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. നന്ദി ലയന. ഇന്ന് പുസ്തക പരിചയം നടത്തുന്നത് നമ്മുടെ സ്വന്തം പ്രൊഫസർ ഡോക്ടർ KS കൃഷ്ണകുമാർ മാഷാണ്. SNM ട്രെയിനിങ് കോളേജിലെ മലയാളം അധ്യാപകനും നമ്മുടെ വ്യാഴാഴ്ച വായനാഴ്ച എന്ന പരിപാടിയുടെ സ്റ്റാഫ് കോർഡിനേറ്റർ കൂടിയായ മാഷിനെ മുറിവേറ്റവർക്കുള്ള കഥകൾ എന്ന പുസ്തകം പരിചയപ്പെടുത്തുന്നതിനായി ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ആരുടെയും മൈക്ക് ഓണാന്ന് തോന്നുന്നു. ഔസേബ് സാറിന്റെ ആണോ? നൗഷാദ് സാറിന്റെ മൈക്ക് ഓണാന്ന് തോന്നുന്നുണ്ട്. അതൊന്ന് മ്യൂട്ട് ചെയ്ത് വെച്ച് സംസാരിക്കുമ്പോൾ മാത്രം ഓണാക്കുകയാണെങ്കിൽ ഉപകാരമായിരുന്നു. ഇപ്പൊ ശരിയായിട്ടുണ്ട്. എന്തായാലും നല്ലൊരു സായനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറയുകയാണ്. പ്രത്യേകിച്ച് നമുക്ക് നൗഷാദ് സാറിന് ഒരു വലിയ സ്വാഗതം, സ്നേഹസ്വാഗതം പറയാം. കാരണം നൗഷാദ് സാറിന് ഇങ്ങനെ കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഇത് വളരെ പെട്ടെന്നുണ്ടായ ഒരു മീറ്റാണ്. നമ്മുടെ കുട്ടികളൊക്കെ ഇത്തിരി തിരക്കുകളിലൊക്കെ പെട്ടപ്പോൾ അധ്യാപകരോ അല്ലെങ്കിൽ പൂർവ്വ വിദ്യാർത്ഥികളോ ആണ്, അനധ്യാപകരോ ആണ് പുസ്തകം അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ തന്നെ അവതരിപ്പിക്കാം എന്നുള്ളൊരു ഇതിലേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ 1-2 കുട്ടികൾ വന്ന് ഇത് ബുദ്ധിമുട്ടാവും, ഈ ആഴ്ച ഒന്ന് സ്കിപ്പ് ചെയ്ത് തരണം എന്ന് പറഞ്ഞപ്പോൾ അവർ വലതുഭാഗത്താണ് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇത്തിരി വിഷണ്ണനായിട്ട് ഇടതുഭാഗത്തേക്ക് നോക്കിയപ്പോൾ നമ്മുടെ മേശപ്പുറത്ത് ഇരിക്കുന്ന പുസ്തകമായിരുന്നു മുറിവേറ്റവർക്കുള്ള കഥകൾ. അതൊരു വല്ലാത്തൊരു നിമിത്തമായി തോന്നി. ഞാനും വ്യക്തിപരമായിട്ടൊരു ചെറിയ മുറിവേറ്റിരിക്കുന്ന ഒരു ദിവസങ്ങളായിരുന്നു. അപ്പോൾ ഈ പുസ്തകം ഒരു ഓയിൽമെന്റ് പോലെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് പിന്നെ ഒരു ചിന്തയും തോന്നിയില്ല. പക്ഷെ
നൗഷാദിനെ കിട്ടുമോ എന്നുള്ളതൊരു ആശങ്കയിലായിരുന്നു. അപ്പൊ എനിക്ക് പുസ്തകം അയച്ചു തന്നത് അതർ ബുക്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ്. അവരായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ അപ്പൊ തന്നെ ഒരു നമ്പർ തന്നു. പക്ഷെ കിട്ടുമോ, ആള് ഒത്തിരി തിരക്കുള്ള ആളാന്നൊക്കെ പറഞ്ഞു. എന്നാലും നമ്മളെപ്പോഴും പറയുന്ന പോലെ നമ്മൾ പറയുന്നതാണ് നമ്മുടെ ജീവിതം. ഞാൻ മനസ്സിൽ പറഞ്ഞു തീർച്ചയായിട്ടും നൗഷാദ് സാറ് പങ്കെടുക്കുമെന്ന് ഞാൻ തന്നെ ഇങ്ങനെ ആവർത്തിച്ചു പറഞ്ഞു. അതിൻ്റെ ഒരു സാക്ഷാത്കാരാണ് ഇന്നിപ്പോ ഈ നമുക്ക് അദ്ദേഹത്തിനെ കിട്ടിയെന്നുള്ളത്. പുസ്തകത്തെക്കാൾ മനുഷ്യരെ പരിചയപ്പെടുന്ന ഒരു വേദിയായിട്ടാണ് വ്യാഴാഴ്ച വായനാഴ്ച പരിണമിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ എം നൗഷാദിന്റെ, എം എന്നുള്ള മനുഷ്യൻ എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ തോന്നുന്നു. മനുഷ്യൻ നൗഷാദിന്റെ മുറിവേറ്റവർക്കുള്ള കഥകൾ എന്ന പുസ്തകമാണ് നമ്മളിന്ന് വിചാരിക്കുന്നത്. എം നൗഷാദിനെ അറിയാത്തവർക്ക് പരിചയപ്പെടാനും കൂടി ഇന്നത്തെ ഈ ലക്കം സഹായിക്കുമെന്നതാണ്. ഇത് കയ്യിലെടുത്തപ്പോ ഒരു ബാലസാഹിത്യം പോലെയാണ് തോന്നിയത് ആദ്യം. പലർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. പണ്ടൊക്കെ എൻ്റെയൊക്കെ കുഞ്ഞുകാലത്ത് സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞൊരു USSRന്റെ കീഴിലുള്ള പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു. അതിൻ്റെ ചെറിയ ബാലസാഹിത്യ കൃതികൾക്കുള്ളൊരു സ്വരൂപം ഈ പുസ്തകത്തിന്റെ മേക്കിങ്ങിനുണ്ട് എന്നുള്ളതാണ് തോന്നിയത്. വായിച്ചു വന്നപ്പോൾ വെറുതെ ഇങ്ങനെ മറിച്ചു നോക്കിയപ്പോഴും വളരെ ഋജുവായിട്ട് നേരെ പറയുന്ന ഒരു പുസ്തകമായിട്ടാണ് തോന്നിയത്. അപ്പോൾ ശരിക്കും അത് ഒരു ബാലസാഹിത്യമല്ല, അതിനപ്പുറം വളരെ ഗൗരവമായ വായനകള്, ധ്യാനങ്ങള് ആവശ്യപ്പെടുന്ന കഥകളാണ് ഇതിനകത്തുള്ളത്. ഈ പുസ്തകത്തിന്റെ നിർമ്മാണത്തിന്റെ അല്ലെങ്കിൽ ഇതിന്റെ നിർമ്മിതിയുടെ അല്ലെങ്കിൽ ഇതിന്റെ രചനയുടെ നാൾവഴികള് നൗഷാദ് സാറ് നമ്മളോട് വിശദമായി സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രചോദനാത്മകമായിട്ടുള്ള അല്ലെങ്കിൽ ഇരുത്തി ചിന്തിപ്പിക്കുന്ന, നമ്മളെ തന്നെ നവീകരിക്കുന്ന, വലിയ അളവിലെ ഒരു മിസ്റ്റിക് സ്വഭാവമുള്ള ഭാഷയിൽ എഴുതിയ വളരെ മെഡിറ്റേറ്റീവായ 20 ചെറിയ കഥകളാണ് ഈ പുസ്തകത്തിൽ. നമ്മൾ കരുതും ഒരു യാത്രയിലൊക്കെ ഈ പുസ്തകം മുഴുവൻ വായിച്ചു തീർക്കാമെന്ന്. വായിച്ചു തീർക്കാനുള്ള ഒരു വാശിയിലാണെങ്കിൽ വായിച്ചു തീർക്കാം. പക്ഷെ ഓരോ കഥയും നമ്മളെ നിർത്തിക്കളയും എന്നുള്ളതാണ്. ഇതിൽ ചിലത് മാത്രമേ ശരിക്കും കഥകളുള്ളൂ. അധികവും യഥാർത്ഥ ജീവിത സംഭവങ്ങളായിട്ടാണ് തോന്നിയത്. മാത്രമല്ല, ലോക ചരിത്രത്തിലെ വിവിധ രാജ്യങ്ങളിൽ സംഭവിച്ച വേറിട്ട സംഭവങ്ങളുടെ വേറിട്ട ഏടുകളാണ് ഈ പുസ്തകത്തിലുള്ളത്. ഈ പുസ്തകം എല്ലാവരും വാങ്ങണമെന്നാണ് ഒരു അളവ് പറയാനുള്ളത്. കാരണം ഒരു മരുന്ന് വാങ്ങുന്ന പണമേ ഇതിന് വരുന്നുള്ളൂ. നമ്മുടെ ഈ കലുഷിതമായിട്ടുള്ള ഈ ലോകത്ത് ഒരു മനുഷ്യനാകണമെങ്കിൽ ഈ ചെറിയ പുസ്തകം വായിച്ചാൽ മതിയെന്ന് ധൈര്യപൂർവ്വം എനിക്ക് പറയാൻ സാധിക്കും. ഇത് കയ്യിൽ പിടിച്ചാൽ തന്നെ നമുക്ക് ധൈര്യം തനിയെ വരും എന്നുള്ളതാണ്. വെളിച്ചം തനിയെ നമ്മുടെ സഞ്ചിയിൽ നിന്ന് പുറത്തേക്ക് വമിക്കുമെന്നാണ് തോന്നുന്നത്. ഇതിന്റെ സമർപ്പണം തന്നെ വളരെ ശ്രദ്ധേയമാണ്. ഉപാധികളില്ലാത്ത സ്നേഹത്തിൽ പിന്നെയും പിന്നെയും വിശ്വാസം തിരിച്ചു തന്ന സുപരിചിതർക്കും അപരിചിതരുമായിട്ടുള്ള പ്രിയപ്പെട്ടവർക്കാണ് മുറിവേറ്റവർക്കുള്ള ഈ പുസ്തകം സമർപ്പിക്കുന്നത്. വളരെ ശ്രദ്ധേയമാണ്. നമ്മളെപ്പോഴും പറയും, ഇപ്പം ഞാനും ഒരു മോട്ടിവേഷണൽ ക്ലാസ്സും സ്പീക്കറും ഒക്കെയാണ്, എടുക്കുന്ന ഒരാളൊക്കെയാണ്. എന്നോട് പലരും പറയും, ഈ ഉപാധികളില്ലാത്ത സ്നേഹമൊന്നും പ്രാക്ടിക്കൽ അല്ല മാഷേ എന്ന് പറയും. പക്ഷെ ഇതിന്റെ ആരംഭത്തിൽ തന്നെ അത്തരം സംസാരമുള്ളവർക്ക് വേണ്ടി അവരെ ഒന്ന് ചൂരിലെടുക്കുന്ന പോലെ, അവർക്ക് കൃത്യമായ ഒരു തിരിച്ചറിവ് ഉണ്ടാക്കുന്ന പോലെയാണ് ഇതിന്റെ സമർപ്പണം. ഉപാധികളില്ലാത്ത സ്നേഹത്തില് പിന്നെയും പിന്നെയും വിശ്വാസം തിരിച്ചു തരുന്ന ഒരുപാട് പരിചിതരും അപരിചിതരും നമുക്ക് ചുറ്റുമുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് നൗഷാദ് ഈ പുസ്തകം സമർപ്പിച്ചിട്ടുള്ളത്. ഏകാഗികൾക്ക് അല്ലെങ്കിൽ വിഷാദികൾക്ക് സുവിശേഷമായി മാറാവുന്ന, ഹൃദയം കൊണ്ടെഴുതിയ ഈർപ്പമുള്ള ഒരു പുസ്തകമാണ് മുറിവേറ്റവർക്കുള്ള കഥകൾ. ഇത് ബോബി അച്ഛന്റെ വരികളാണ്. ഏകാഗികൾക്കും വിഷാദികൾക്കും സുവിശേഷമായി മാറാവുന്ന, ഹൃദയം കൊണ്ടെഴുതിയ ഈർപ്പമുള്ള ഒരു പുസ്തകമാണ് മുറിവേറ്റവർക്കുള്ള കഥകൾ. വെളിച്ചത്തിലേക്കൊരു നടപ്പാത, അങ്ങനെ ടൈറ്റിൽ ഇട്ടിട്ടാണ് ബോബി ജോസ് കട്ടിക്കാട് ഇതിന് അവതാരിക എഴുതിയിട്ടുള്ളത്. ആ കുറിപ്പ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ആവർത്തിച്ച് എഴുതേണ്ടതും ആവർത്തിച്ചുരുവിടേണ്ടതും
മനസ്സിൽ കണക്കാക്കേണ്ടതുമായൊരു വാക്യമാണത്. ഏകാന്തതയോളം വലിയ ദുരന്തമില്ല. ചെറിയൊരു വരിയാണ്, പക്ഷെ അനുഭവിച്ചവർക്ക് അതറിയാം. ഏകാന്തതയോളം വലിയ ദുരന്തമില്ല. അവതാരികയില് ബോബിയച്ചനും ഒരു കഥ പറയുന്നുണ്ട്. കഥ എന്നല്ല പറയുന്നതിന്, ഒരു കുറിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ നമുക്കത് കഥയായിട്ട് വായിക്കാം. മുറിവേറ്റവർക്കുള്ള മറ്റൊരു കഥയായിട്ട് നൗഷാദ് പറയാത്തൊരു കഥ ബോബിയച്ചൻ അവതാരികയിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും ഒറ്റയായ തിമിംഗലം. ലോകത്തിലെ ഏറ്റവും ഒറ്റയായ തിമിംഗലം. ഇത് പഴയൊരു കുറിപ്പാണെന്നാണ് അച്ഛൻ പറയുന്നത്. ഒറ്റയായിട്ടുള്ള തിമിംഗലം അങ്ങനെ കൂടുതൽ കൂടുതൽ അകന്നു പോകുകയാണ്. അത് പാവം ഇങ്ങനെ നിലവിളിക്കും തോറും കൂടുതൽ കൂടുതൽ ഒറ്റയാകുകയാണ്. തിമിംഗലാണ്, പക്ഷെ ഒറ്റപ്പെട്ടു പോകുന്ന ആ വലിയ തിമിംഗലത്തിന്റെ ആ സങ്കടപ്പാട്ടിലും അഗാധമായിട്ടുള്ളൊരു മുഴക്കം അങ്ങനെ കൂടിക്കൂടി വരും. ശാസ്ത്രം പറയുന്നത് മറ്റൊരു തിമിംഗലത്തിന് അത് കേൾക്കാൻ പറ്റില്ല എന്നാണ്. എല്ലാവരും അകന്നു പോവുകയാണ്. ഈ സങ്കടകഥയിലെ ഒരു ശാസ്ത്രമുണ്ട്. അതിന്റെ ശബ്ദതരംഗത്തിന്റെ ഹെർട്സ്, ആ അളവ് അതിന്റെ വംശത്തിലെ മറ്റു തിമിംഗലങ്ങൾക്ക് സ്വീകരിക്കാനാകാത്ത വിധത്തിൽ വളരെ ഉയർന്നതാകുമെന്നാണ് പറയുന്നത്. തൊട്ടടുത്തൊരു തിമിംഗലം ഉണ്ടെങ്കിൽ പോലും ഈ വിഷാദിയായ തിമിംഗലത്തിന്റെ സങ്കട കരച്ചില് ആർക്കും കേൾക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഓരോ തവണ ആ ഒറ്റപ്പെട്ട തിമിംഗലം കേൾക്കപ്പെടാതെ പോകുമ്പോഴും അത് കൂടുതൽ കൂടുതൽ മറ്റുള്ളവയിൽ നിന്ന് അകലുകയും ഏറ്റവും ഏകാഗിയായി മാറുന്നു എന്നാണ് ബോബിയച്ചൻ പറയുന്നത്. ബോബിയച്ചൻ അതിൽ ആവർത്തിക്കുന്നുണ്ട്, വിഷാദത്തിന്റെ കടലിൽ ഒരു തിമിംഗലം പോലും പരൽമീനാകുന്നു. വിഷാദത്തിന്റെ കടലിൽ ഒരു തിമിംഗലം പോലും പരൽമീനാകുന്നു. ഈ വരി വായിച്ചു തീരുമ്പോൾ മറ്റൊരു വരി മനസ്സിൽ തുടങ്ങും നമ്മുടേത്. ഏകാഗിയായ വലിയ തിമിംഗലത്തിന്റെ കഥ എങ്ങനെയെങ്കിൽ ഏകാഗികളായ വിഷാദികളായ നമ്മൾ മനുഷ്യരുടെ കാര്യം എന്താകും? അതുപോലെ തന്നെ ആകില്ലേ വിഷാദിയായ മനുഷ്യൻ മറ്റുള്ളവരിൽ നിന്ന് അകലുകയും തീർത്തും ഒറ്റപ്പെടുകയും കൂടെയുള്ളവർക്ക് കേൾക്കാനാകാത്ത ഹേർട്സിൽ വികാരങ്ങളെ വിനിമയം ചെയ്യുന്നതും അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്തിക്കുമെന്നാണ്. ഇപ്പൊ 20 കഥകൾക്കൊപ്പം, ഈ പുസ്തകത്തിൽ 20 കഥകളാണ്. ഇത് തുറക്കുമ്പോൾ കിട്ടുന്ന അവതാരികയില് ബോബിയച്ചനും നമുക്കൊരു ടേക്ക് വേ എന്നൊക്കെ പറഞ്ഞ പോലെ, കൊണ്ടുപോകാൻ പുതിയിലാക്കി തരുന്ന പോലെ ഒരു കഥ ഇതിൽ അച്ഛൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ തിമിംഗല കഥ മലേഷ്യയിലെ കൺസ്യൂമർ അസോസിയേഷൻ ഓഫ് പെനാങ് CAP പ്രസിദ്ധീകരിച്ച ലവ് സ്റ്റോറീസ് ഓഫ് ദി ഡിഫറെന്റ് കൈൻഡ് എന്ന പുസ്തകത്തിന്റെ പരമ്പരയിൽ നിന്നാണ് നൗഷാദ് ഇങ്ങനെ പ്രചോദിതമായിട്ട് ഇങ്ങനെ ഒരു പുസ്തകം എഴുതിയത്. അല്ലെങ്കിൽ ആ ലവ് സ്റ്റോറീസ് ഓഫ് ദി ഡിഫറെന്റ് കൈൻഡ് എന്നതിന് ഉപജീവിച്ചാണ് മുറിവേറ്റവർക്കുള്ള കഥകൾ എന്ന ഈ പുസ്തകം നൗഷാദ് എഴുതുന്നത്. അത് 4 സീരീസ് ഉള്ള ഒരു ബുക്ക് സീരീസ് ആണ്. ഒന്നാമത്തെ സീരീസിൽ ഡിസ്കവറിങ് ലവ് ഇൻ ഓർഡിനറി മൊമെന്റ്സ്, സാധാരണ മൊമെന്റ്സിലുള്ള സ്നേഹത്തെ കണ്ടെത്തുന്നതാണ് ഒന്നാമത്തെ സീരീസ്. രണ്ടാമത്തേത് അൺകണ്ടീഷണൽ ലവ് ആണ്, നമ്മൾ നേരത്തെ നടപ്പിലാവില്ല എന്ന് പറഞ്ഞ അതിനെക്കുറിച്ചുള്ള ഒരു സീരീസ് ആണ്. മൂന്നാമത്തേത് നമ്മുടെ വീട്ടിലും കുട്ടികളോടൊക്കെയുള്ള ലവ് ഫോർ ഹോം ആൻഡ് ചിൽഡ്രൻ. നാലാമത്തെ സീരീസ് ഗോഡ്, ഹ്യൂമാനിറ്റി ആൻഡ് ലൈഫ്. ഇങ്ങനെ ഒരു 4 സീരീസിലുള്ള ലവ് സ്റ്റോറീസ് ഓഫ് എ ഡിഫറെന്റ് കൈൻഡ് എന്ന സീരീസിൽ നിന്ന് പ്രചോദിതമായിട്ടാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. പക്ഷെ ആ ബുക്സിൽ കവിതകളും ചിത്രങ്ങളും ഉദ്ധരണികള് അങ്ങനെ പലതരം വ്യവഹാര രൂപങ്ങൾ ചേർന്നതാണ്. മുറിവേറ്റവർക്കുള്ള കഥകൾ മാത്രമാണ്. അപ്പൊ അതിൻ്റെ ഒരു വിവർത്തനമൊന്നുമല്ല, മറിച്ച് അതിൽ നിന്ന് പ്രചോദിതമായിട്ട് മനുഷ്യർക്ക് സ്നേഹത്തെക്കുറിച്ച് കുറച്ച് വിചാരങ്ങളെ മാല പോലെ കോർത്തു തന്നിരിക്കുകയാണ്. ഇനി ആരും കയറി ലവ് സ്റ്റോറീസ് ഓഫ് എ ഡിഫറെന്റ് കൈൻഡ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യാനും പോകണ്ട. അതിപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്കാണ്, കിട്ടാനില്ല. അവരതിൻ്റെ പ്രസാധനം നിർത്തി എന്നാണ് പറയുന്നത്. അത് ഇമേജ് ഒക്കെ ക്ലിക്ക് ചെയ്താൽ ചില ഫോട്ടോസൊക്കെ വരുന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ടും സാറ് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അതും നമുക്ക് ഈ വ്യാഴാഴ്ച വായനാഴ്ചയിലൊരു പുതിയ അറിവായിരിക്കും. എന്തായാലും സങ്കടപ്പെട്ടിരിക്കുന്നവർക്ക് വായിക്കാവുന്ന കുറേ കുഞ്ഞു കുഞ്ഞു കഥകളാണിത്. കുഞ്ഞു എന്ന വാക്ക് ഉപയോഗിക്കുന്നത് തന്നെ തെറ്റാണ്. കാരണം ഇത്
ഭീകരമായിട്ടുള്ള ഇമ്പാക്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, എനിക്കൊരു മുറിവേറ്റിരിക്കുന്ന നേരത്താണ് ഞാനിത് വായിക്കുന്നത്. ആ മുറിവ് പെട്ടെന്ന് ഉണങ്ങി 1-2 കഥകൾ വായിച്ചതോടു കൂടി തന്നെ. ഇതിനൊരു ഹീലിംഗ് ക്വാളിറ്റി ഉള്ള റൈറ്റിംഗ് ആണ്. ഇതേ ജനുസിൽ നമുക്ക് ഈ ഔദാരിക എഴുതിയ ബോബി അച്ഛനെ വായിക്കാൻ പറ്റും, മറ്റ് ഷൗക്കത്തിനെ വായിക്കാൻ പറ്റും. പക്ഷെ എനിക്ക് തോന്നുന്നത് അതിനെയൊക്കെ കടത്തി ഒരു വേറൊരു തരത്തിൽ, ഉയരമല്ല വേറൊരു വിധാനത്തിലേക്ക് ഈ എഴുത്ത് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഇത് നിസാരമാണല്ലോ, 4 പേജല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ 2 പേജല്ലേ ഉള്ളൂ എന്നൊക്കെ വിചാരിച്ച് ചില കഥകൾ വായിക്കുമ്പോൾ നമ്മളവിടെ കുടുങ്ങി പോവുകയാണ്, പെട്ടുപോവുകയാണ്. ഉദാഹരണത്തിന് കടൽക്കാക്കകൾ എന്നൊരു കഥ ഇതിലുണ്ട്. അതിലൊരു കുട്ടി, വെന്റി എന്ന പേരിൽ ഒരു കുട്ടിയും റൂത്ത് എന്ന പേരിൽ ഒരു വേറൊരു പെണ്ണുമാണ് കഥാപാത്രങ്ങളായി വരുന്നത്. കഥ ഞാൻ പറയുമ്പോൾ അത് എത്രമാത്രം അതിലേക്ക് എത്തുമെന്ന് അറിയില്ല. എന്നാലും കഥ ഇങ്ങനെയാണ്. കടൽക്കാക്കകൾ എന്നാണ് പേര്. ഈ റൂത്ത് എന്ന് പറഞ്ഞ പെണ്ണ് സങ്കടപ്പെട്ടിരിക്കുന്ന ദിവസങ്ങളിൽ ഒരു കടലോരത്ത് വരും, കടപ്പുറത്ത് വരും. നമ്മുടെ മനസ്സിലേക്ക് അതിലൊരു ആളില്ലാത്തൊരു കടപ്പുറം വരട്ടെ. അങ്ങനെ അവിടെ വന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് സ്വസ്ഥമായി നടക്കുമ്പോൾ ഒരു ചെറിയ പെൺകുട്ടി, ഒരു 6 വയസ്സുള്ള ഒരു പെൺകുട്ടി അവളുടെ അടുത്തേക്ക് വരും. ഓരോന്നൊക്കെ ചോദിച്ചിങ്ങനെ വരും, ചേച്ചിയുടെ പേരെന്താന്നൊക്കെ ചോദിച്ചു വരും. അപ്പോൾ അല്ലെങ്കിൽ അവളൊരു മണ്ണ് കൊണ്ടൊരു സാമഗ്രിയൊക്കെ ഉണ്ടാക്കി കാണിക്കും. അത് ചേച്ചിക്ക് ഇഷ്ടമായി എന്നൊക്കെ ചോദിക്കുന്ന പോലെ. അപ്പോൾ ഈ ചേച്ചിക്ക് ദേഷ്യം വരികയാണ്. താനിങ്ങനെ ഒരു ഏകാന്തത ആഗ്രഹിച്ചു വരുമ്പോൾ ഈ കുട്ടിയെ അകറ്റി വിടും. ഒരു 2 ആഴ്ചകൾ കഴിഞ്ഞിട്ട് വീണ്ടും ഈ ചേച്ചി കടപ്പുറത്ത് വരികയാണ്. അപ്പോഴും ഈ നമ്മൾ പറയും ഈ കുരുപ്പ് കുട്ടി ഇങ്ങോട്ട് വരികയാണ്. എന്താ ചേച്ചി എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്കൊരു കളി കളിച്ചാലോ? അപ്പോൾ അവള് കളിയാക്കുന്നുണ്ട്, ചേച്ചി കളിയാക്കുന്നുണ്ട്, നമുക്ക് ഒളിച്ചു കളിച്ചാലോ? കടപ്പുറത്ത് 2 ആരും ഇല്ലാത്തടത്ത് എങ്ങനെ ഒളിച്ചു കളിക്കാന്നൊക്കെ തമാശയൊക്കെ പറയുന്നുണ്ട്. വീണ്ടും ഒരു 2 ആഴ്ച കഴിഞ്ഞ് വരുമ്പോൾ ആ കുട്ടി പറയുന്നുണ്ട്, ചേച്ചി എൻ്റെ വീട്ടിലേക്ക് വായോ, ഇത് അവിടെയാണ് എൻ്റെ വീട്. അപ്പോൾ കടലോരത്ത് കുറച്ച് ക്വാർട്ടേഴ്സ് പോലത്തെ ഒരു വീട് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാലും ഒത്തിരി സ്വസ്ഥത കിട്ടാനാണ് മോളെ ഞാൻ വന്നിട്ടുള്ളത്, നീ ഒന്ന് മാറിത്തരുമോ എന്ന് പറഞ്ഞിട്ട് അവളെ ഇത്തിരി ശകാരിച്ച് ആ കുട്ടീനെ പറഞ്ഞയക്കുന്നുണ്ട്. ഒരു 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും ഈ ചേച്ചി വരുമ്പോൾ ആ കടൽപ്പുറം ശാന്തമായിരുന്നു, ഏകാഗമായിരുന്നു. നോക്കുമ്പോൾ ആരെയും കാണാനില്ല. അപ്പൊ അങ്ങനെ ആ വീട് കാണിച്ചെന്നൊരു ഓർമ്മയിൽ അവളുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ അവളുടെ അമ്മ, ഈ വെന്റി എന്ന് പറഞ്ഞ കുട്ടിയുടെ അമ്മ അവരെ സ്വീകരിച്ചിരുത്തുന്നുണ്ട്. വെന്റി പറഞ്ഞിട്ടുണ്ട് റൂത്ത് ചേച്ചിയെ കുറിച്ച്, അവൾക്ക് എന്തൊരു ഇഷ്ടാന്നറിയോ, കടൽക്കാക്കകളെ കുറിച്ചൊക്കെ നിങ്ങൾ പറയാറില്ലേ, ചായ കുടിച്ചിട്ട് പോവാം. അപ്പൊ അങ്ങനെ ചായ ഒന്നും വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഒരു മിനിറ്റ് കേട്ടോ, വെന്റി റൂത്തിന് വേണ്ടി ഒരു ചിത്രം വരച്ചിവിടെ വെച്ചിരുന്നു, അത് കാണിച്ചു തരാമെന്ന് പറയുകയാണ്. അപ്പൊ അവള് ചോദിക്കുകയാണ്, വെന്റി എവിടെ പോയി കാണാനല്ലോ? അപ്പൊ വെന്റി 1 ആഴ്ച മുമ്പ് മരിച്ചു, അവൾക്ക് ലുക്കീമിയ ആയിരുന്നു. ഈ കുഞ്ഞുകുട്ടി മരിച്ചു. ഈ വെന്റി ശരിക്കും സന്തോഷിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് കടപ്പുറത്തേക്ക് വന്നത്. അവൾക്ക് കടലും തിരമാലകളും ഞണ്ടും കടൽക്കാക്കകളൊക്കെ വലിയ ഇഷ്ടമായിരുന്നു ഈ വെന്റിക്ക്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അവരൊരു വാടക വീട് പോലത്തെ സ്ഥലത്തേക്ക് ഇങ്ങനെ മാറിയത്. അപ്പൊ അങ്ങനെ കളിക്കുന്ന നേരത്താണ് ഈ റൂത്ത് ചേച്ചിയെ കാണുന്നതും ഇങ്ങനെ ശല്യം ചെയ്യുന്നതും. അപ്പോൾ റൂത്തിന് വളരെ വിഷമം തോന്നുകയാണ്. വെന്റിയുടെ അമ്മ അകത്ത് അലമാരയിൽ നിന്ന് കണ്ടെത്തിയിട്ട് ഒരു കാർഡ് കൊണ്ടുവരികയാണ്. ഒരു ചെറിയ കാർഡ്, ഒരു 6 വയസ്സുകാരിക്കൊക്കെ വരയ്ക്കാവുന്ന ഒരു ചിത്രം. അതിൽ മഞ്ഞ കടപ്പുറം, നീല കടല്, ഒരു തവിട്ട് നിറത്തിലൊരു പക്ഷിയുണ്ട്. അതിൽ ഒരു വരി എഴുതിയിട്ടുണ്ട്, റൂത്ത് ചേച്ചിയെ ഇനിയും കടൽക്കാക്കകള് ഒരുപാട് സന്തോഷം, അല്ല പ്രിയപ്പെട്ട റൂത്ത് ചേച്ചി, കടൽക്കാക്കകൾ ചേച്ചിയെ എന്നും സന്തോഷിപ്പിക്കട്ടെ എന്ന് ഒരു വരി എഴുതിയിരിക്കുക. വളരെ സങ്കടം തോന്നുകയാണ് പിന്നെ അങ്ങോട്ട്. അപ്പൊ വെന്റി തന്ന പ്രിയപ്പെട്ട സമ്മാനം, ഒരു 6 വയസ്സുകാരി പഠിപ്പിച്ച വിലപ്പെട്ട പാഠം എൻ്റെ ഹൃദയത്തിൽ എന്നും ഉണ്ടെന്ന് പറയുകയാണ്. ജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യാശയുടെ, ഉപാധികളില്ലാത്ത സ്നേഹത്തിന്റെ പാഠം, കടൽ പോലെ തുറന്ന മനസ്സോടെ എല്ലാ മനുഷ്യരെയും ജീവിതത്തെയും സമീപിക്കാനാകുമെന്ന പാഠം. കടലും കടൽക്കാക്കകളും ഇപ്പോൾ എന്നെ കൂടുതൽ സന്തോഷവതിയാക്കുന്നുവെന്ന് ഈ ചേച്ചി പറയുകയാണ്. കടൽക്കാക്കകളെ ഞാൻ ഇപ്പോഴും സ്നേഹിക്കുന്നെന്ന്.
ഇത് സമാനമായിട്ട് അധ്യാപകരൊക്കെ വായിക്കേണ്ട കഥകളാണ് ഇതിലുള്ളത്. കാരണം സമാനമായിട്ട് അധ്യാപകർക്കും ഉണ്ടാവും ക്ലാസ് മുറികളിൽ ഇങ്ങനെ ഒരു കുരുപ്പ് കുട്ടി. ആരെയും അങ്ങനെ രോഗിയായിട്ട് കാണാനല്ല, മറിച്ച് ഒരിക്കലും നിരസിക്കാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് റിഫ്ലക്ഷനുള്ള കഥകളാണ്. ഈ 20 കഥകൾ മുഴുവനും വായിച്ചു തീരുമ്പോഴേക്കും അടിമുടി നിങ്ങൾ നവീകരിക്കപ്പെടുമെന്ന കാര്യം ഉറപ്പാണ്. ഒരു ധ്യാനം കൂടിയ പോലെ, ഒരു സ്നാനം ചെയ്തതുപോലെ ശരിക്കും നവീകരിക്കപ്പെടും. ഈ കടൽക്കാക്കകൾ വായിച്ചാൽ തന്നെ വായിച്ചു പോകുന്ന ഒരു ടീച്ചർ പിന്നെ കുട്ടികളോടൊക്കെ അല്ലെങ്കിൽ സ്വന്തം വീട്ടിലായാലും സ്നേഹപൂർവ്വം പെരുമാറും എന്നുള്ളതാണ്. സംഭവം ചെറിയ ചെറിയ കഥകളാണെങ്കിലും എളുപ്പത്തിൽ അങ്ങ് വായിച്ചു തീർക്കാവുന്നതല്ല. ഒരു വലയുടെ നെയ്ത്തിലൊക്കെ പെട്ട മാതിരി അതിൻ്റെ ഓരോ വാക്കിലും വാക്യത്തിലും നമ്മളിങ്ങനെ കുടുങ്ങിക്കിടന്ന് ധ്യാനിക്കും. ശരിക്കും ജീവിതം എന്താണെന്ന് ഓരോ കഥ വായിക്കുമ്പോഴും വീണ്ടും ആലോചിക്കുന്നുണ്ട്. മനുഷ്യർ തമ്മിലുള്ള യഥാർത്ഥ സ്നേഹം എങ്ങനെയായിരിക്കണം? ഇപ്പൊ സഹപ്രവർത്തകർ തമ്മിൽ, സഹപാഠികൾ തമ്മിൽ, അയൽപ്പക്കക്കാർ തമ്മിൽ, ഇതൊക്കെ നമ്മൾ പുനരാലോചിക്കും ഈ മുറിവേറ്റവർക്കുള്ള കഥകൾ ഓരോന്ന് വായിക്കുമ്പോൾ. ഈ ട്രോമകളിലും ഡിപ്രഷനിലും ഒക്കെ പെട്ട് കിടക്കുന്നവർക്ക് നമുക്ക് ഈ പുസ്തകം വായിക്കാൻ കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ അവര് അങ്ങനെയുള്ളവർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അവരിത് വാങ്ങി വായിക്കണം എന്നുള്ളതാണ്. അത്തരം വിഷാദികൾക്കും ഈ വിപരീത ചിന്തകളിലൊക്കെ പെട്ട് ഉഴലുന്ന മനുഷ്യർക്കൊക്കെ ഗുളികകൾക്കും മരുന്നിനും ഷോക്കിനൊക്കെ പകരമായിട്ട് വളരെ സാന്ത്വനമായിട്ട് ഒരു സ്നേഹസമ്മാനമായിട്ട് നൽകാവുന്ന ഒരു ഗ്രന്ഥമാണത്. നമ്മൾ പറയില്ലേ, കയ്പുള്ള ഔഷധം ശർക്കരയിൽ വെച്ച് കഴിക്കാൻ കൊടുക്കുന്ന പോലെ ഈ സാരോപദേശങ്ങൾ കഥാരൂപത്തിൽ വായിക്കാനും കേൾക്കാനൊക്കെ കൊടുക്കുന്ന ആ ഒരു പണ്ടുകാലം തൊട്ടുള്ള ഇതിഹാസ വേദാതി കാലം തൊട്ടൊക്കെ ഉള്ള ഒരു പെഡഗോജി ഇതിനകത്തുണ്ട്. അതിന് ഒരു അധ്യാപകൻ കൂടിയാണ് നമ്മുടെ നൗഷാദ് സാർ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു മോറൽ പെഡഗോജി അത് ഗംഭീരമായിട്ട് ഇതിൽ ഓരോ കഥയിലും വരുന്നുണ്ടെന്നുള്ളതാണ്. അതിനൊക്കെ അപ്പുറത്തേക്കാണ് ഒരുപാട് കഥാപുസ്തകങ്ങൾ നമ്മളൊക്കെ വായിച്ചിട്ടുണ്ട്. ഇത് കഥകൾക്കൊക്കെ അപ്പുറം എന്തോ ഒരു വേറെ രൂപങ്ങളിലേക്ക് വിന്യസിക്കുന്നുണ്ടെന്നാണ്. അപ്പൊ അതാണ് എല്ലാ അധ്യാപകരും വിദ്യാർത്ഥികളും പ്രത്യേകിച്ച് യുവാക്കള് വായിക്കേണ്ട അല്ലെങ്കിൽ സ്വന്തമാക്കേണ്ട ഒരു പുസ്തകമാണത്. സ്വന്തമാക്കണം, ശരി കയ്യിലുണ്ടാകണം എന്നാണ്. അത്രയും മനോഹരമായൊരു മേക്കിംഗ് കൂടിയാണ് കേട്ടോ. മനസ്സിൽ ആഴത്തിലുണ്ടായിട്ടുള്ള ആഘാതങ്ങളിൽ നിന്നൊക്കെ വേദനകളിൽ നിന്നൊക്കെ ഉയർത്തെഴുന്നേൽക്കാൻ ഈ പുസ്തകം വായിച്ചാൽ മതി എന്നാണ് തോന്നിയത്. ഇപ്പൊ സ്നേഹത്തിന്റെ നാനാർത്ഥങ്ങൾ എന്നൊക്കെ പേരിടാവുന്ന ഒരു കുഞ്ഞു പുസ്തകം, മനുഷ്യർ തമ്മിലുള്ള സ്നേഹം അത് ശരിക്കും എന്താകണം എന്നൊക്കെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ പുസ്തകം. ഇതിലെ 20 അധ്യായങ്ങളിൽ നിന്നും മനുഷ്യ സ്നേഹത്തിന്റെ വിവിധ പ്രാകാരങ്ങളും പ്രകാരങ്ങളൊക്കെ തിരിച്ചറിയാൻ പറ്റിയെന്നതാണ്. അല്ലെങ്കിൽ സ്നേഹത്തിന്റെ ശരീരവും ശാരീരവും ഒക്കെ ഒതുക്കി നിർവചിച്ച് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അത് ഒരു വല്ലാത്തൊരു കലാപരതയാണ് ഈ പുസ്തകത്തിൽ കാണുന്നത്. അക്ഷരം തെറ്റാതെ മനുഷ്യനെന്ന് വിളിക്കാവുന്ന ഒരാൾ, അതാണ് ഞാൻ മനുഷ്യൻ നൗഷാദ് എന്ന് വിളിച്ചത്. ഭൂമിയിലെ വേദനിക്കുന്ന അല്ലെങ്കിൽ വിഷാദികളായിട്ടുള്ള അല്ലെങ്കിൽ ഇരകളായിട്ടുള്ള അല്ലെങ്കിൽ ചതിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ തിരസ്കൃതരായിട്ടുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ആ ഗണത്തിലുള്ള മനുഷ്യർക്കൊക്കെ വായിക്കാൻ വേണ്ടി ഒരു സ്നേഹത്തിന്റെ കുഞ്ഞു പുസ്തകമാണ് ഇത്. അത് ശരിക്കും മുറിവേറ്റവർക്കുള്ള കഥകൾ തന്നെയാണ്. ആ ശീർഷകത്തിൽ പോലും ഒരു വളച്ചൊടിക്കലൊന്നുമില്ല. മുറിവേറ്റവർക്കുള്ള പുസ്തകം തന്നെയാണ്. ലോകത്ത് പല ഭാഗങ്ങളിലായിട്ട് അധികവും യാഥാർത്ഥ്യത്തിൽ സംഭവിച്ച 20 കഥകളുടെ പുസ്തകമാണത്. 158 പേജാട്ടോ ഇതിനുള്ളത്. അത് കാഴ്ചയിൽ വളരെ ചെറുതാന്നൊക്കെ തോന്നും, വീണ്ടും പറയുകയാണ്. പ്രസാധകർ ഇതിനെ ഫിക്ഷൻ അല്ലെങ്കിൽ ടെയിൽസ് ഓഫ് ലവ് എന്ന ഒരു വിഭാഗത്തിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മലപ്പുറം നേരത്തെ പറഞ്ഞ കോട്ടക്കുന്നിലെ ബുക്ക് കഫേ എന്ന അവരാണ് പ്രസാധകർ. അവരുടെ വിഷൻ ആൻഡ് മിഷൻ തന്നെ വ്യത്യാസമാണ്. ഇവരുടെ മേക്കിംഗ് തന്നെ ഒരു ഗംഭീര മേക്കിംഗ് ആണ്. കോട്ടക്കുന്ന് മലപ്പുറം പരിചയമുള്ളവർക്ക് അറിയാം. കോട്ടക്കുന്ന് DTPCയുടെ ഒരു ഇടമുണ്ട്, വൈകുന്നേരങ്ങളിലൊക്കെ പോയിരിക്കുന്ന. അതിനടുത്ത് ഒരു 500 രൂപയോ എന്തെങ്കിലും മെമ്പർഷിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ബുക്ക് കഫേയിലെ മെമ്പർ ആവാൻ പറ്റും. നിറയെ പുസ്തകങ്ങളാണ്. ഇതിലെ ഇല്ലസ്ട്രേഷൻസ് ആണ് വേറൊരു താരം. ഇതിലെല്ലാവരും താരങ്ങളാണ്. ഈ പുസ്തകം എഴുതിയ ആളും താരാണ്, ബോബി അച്ഛനും താരാണ്. ഇതിൽ ഇല്ലസ്ട്രേഷൻസ് അനസുൽ ആഫ്രി എന്ന് പറഞ്ഞ 2 പേരാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ കവർ ഒരു ഹാജൂൺ ഹാരൂൺ, അവരെയും കൂടെ ഈ പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ടായിരുന്നു, ഞാനത് വിട്ടുപോയി. അതുപോലെ ഒരു ഹാരിസ് എന്ന് പറഞ്ഞ ആളാണ് ഈ ബുക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത്.
ഭയങ്കര ഒരു ഈസ്തറ്റിക് സെൻസ് നിറച്ചുള്ള ഒരു പുസ്തകമാണ്. നമ്മളിങ്ങനത്തെ പുസ്തകങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്ര പെർഫെക്ഷനിൽ എവിടെയും കണ്ടിട്ടില്ല. അതിന് ഒരു പക്ഷേ ഇവരെ സഹായിച്ചിട്ടുള്ള കൊച്ചിയിലെ അനശ്വര എന്ന് പറഞ്ഞ ഒരു ഓഫ്സെറ്റ് പ്രസ്സാണ്. അവർ ഒത്തിരി ഇങ്ങനത്തെ പുസ്തകങ്ങൾ പിന്നിൽ ഉണ്ട് എന്നുള്ളതാണ്. ഓഗസ്റ്റ് 2025 ഇതിന്റെ ഫസ്റ്റ് എഡിഷൻ വന്നത്. എനിക്ക് കിട്ടിയത് അത് തന്നെയാണ്. വായിക്കുന്നതിന് മുമ്പ് കയ്യിലെടുക്കുമ്പോൾ ആർക്കും, ഇപ്പൊ നമ്മളൊരു പുസ്തകോത്സവത്തിൽ വെച്ച് പുസ്തകം കണ്ടാൽ അതിന്റെ നിർമ്മിതി തന്നെയാണ്, മേക്കിംഗ് തന്നെയാണ് ഏറെ ആകർഷകമാക്കുന്നത്. കവർ പേജ് തന്നെ വളരെ ശ്രദ്ധേയമാണ്. അത് കയ്യിൽ കിട്ടുമ്പോൾ അറിയാം. ഇരട്ടത്താളാണ് അതിന്റെ മുഖച്ചട്ടയ്ക്ക്. കവർ പേജ് 2 ഷീറ്റാണ്. അതിന്റെ നടുക്ക് എനിക്ക് എൻ്റെ ഒരു ഉപമ വന്നതാട്ടോ, ഇനി അത് എത്ര ശരിയാണെന്നറിയില്ല. നമ്മൾ ഈ വിമാനത്തിന്റെ ഒക്കെ വിൻഡോ ഇല്ലേ, വിമാന ജാലകം പോലെ ഒരു 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 കോഴിമുട്ട ആകൃതിയുള്ള ഒരു തുള. അതിലെ ആദ്യ ഇതിലിങ്ങനെ തുറക്കുമ്പോൾ പുറംചട്ടയുടെ ഉള്ളില് 2ാം താളില് ഏകാഗിയായിട്ടുള്ള ഒരു മനുഷ്യൻ. പിന്നെ അത് മരുഭൂമിയാണോ കടൽ തീരാണോ നീലാകാശമാണോ എന്നറിയില്ല. അങ്ങനെ ഒരു ഇടത്തിലൂടെ അങ്ങനെ കുറെ ഞരമ്പ് പോലത്തെ വഴികളൊക്കെ ഇട്ടുള്ള അതിൽ കൂടെ അങ്ങനെ മുറിച്ച് കിടക്കുന്ന ഒരു ഏകാന്ത പതികന്റെ ഒരു ഒരു ഏരിയൽ ഷോട്ടാണ് കാണിച്ചിട്ടുള്ളത്. അതൊക്കെ വളരെ ക്രിയേറ്റീവായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഇത് വാങ്ങണം എന്ന് വീണ്ടും വീണ്ടും പറയാണ്. അപ്പൊ അത്തരം കവർ പേജും ആ ഹാജൂണിന് പ്രത്യേകം നമ്മളൊരു പരാമർശം കൊടുക്കേണ്ടതാണ്. എല്ലാവർക്കും ഇതിൽ പങ്കെടുത്ത, ഈ പുസ്തകത്തിന്റെ നിർമ്മാണത്തിൽ പങ്കെടുത്ത എല്ലാവരും പേരൊന്നും അറിയില്ല. അവരോട് സാറ് ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹമൊക്കെ അറിയിക്കണം. ഇതിലെ ചിത്രങ്ങളാണ് ഗംഭീരമായിട്ടുള്ളത്. കുഞ്ഞു കുഞ്ഞു ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. ഒരു വെള്ളം നിറച്ച് ചെറിയ കുപ്പിയിൽ ഒരു തണ്ട് ഇങ്ങനെ ഇട്ടുള്ള ഒരു ഫോട്ടോ അല്ല ചിത്രം. അതാണ് ഒരു 3ാമത്തെ പേജിൽ. എന്നിട്ട് അതിന്റെ താഴെ വെറുതെ ഇങ്ങനെ വളരെ നനുത്ത അക്ഷരങ്ങളിൽ ഒരു 14 സൈസൊക്കെ ഫോണ്ട് ഉണ്ടാവുള്ളൂ. അതിൽ മുറിവേറ്റവർക്കുള്ള കഥകൾ എന്നുള്ള ഒരു നീലാകാശ നിറത്തിലൊക്കെ എഴുതിയിട്ടുള്ള ഒറ്റ പേജ് അതാണ്. അങ്ങനെ ഇങ്ങനെ പല രീതികളിൽ എങ്ങനെയൊക്കെ ഭംഗിയാക്കാമെന്നതും ഒരു പുസ്തകം മേക്കിങ്ങിനും ഈ പുസ്തകം ഉപകരിക്കും എന്നുള്ളതാണ്. ഇതിൽ ഉപയോഗിച്ചുള്ള ഫോണ്ട് എവിടുന്ന് ഒപ്പിച്ചു എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത് പ്രത്യേകം പറഞ്ഞുണ്ടാക്കിയ ഫോണ്ടാന്ന് തോന്നുന്നു. ഫ്രണ്ട് കവറിൽ തന്നെ മുറിവേറ്റവർക്കുള്ള കഥകൾ എം നൗഷാദ് എന്ന് എഴുതിയുള്ള ഫോണ്ടൊക്കെ നോക്കിയാൽ അത് ഈ വേര് കൊണ്ടൊക്കെ എഴുതിയ പോലെ, നനുത്ത വേര് കൊണ്ട് അല്ലെങ്കിൽ നൂലിഴകൾ കൊണ്ടൊക്കെ എഴുതിയ പോലത്തെ ഒരു ഫോണ്ടാണ്. ഓരോ അധ്യായത്തിന് മുമ്പ് ഓരോ ചിത്രീകരണം കൊടുത്തിട്ടുണ്ട്. അതാണ് ഇതിലത്തെ ഏറ്റവും ഹൈലൈറ്റ്. ഇത് ശരിക്കും ഒരു ആർട്ട് ബുക്കും കൂടിയാണ്. ആർട്ട് ഒരു തെറാപ്പി ഉണ്ടല്ലോ, ഒരു ഡിപ്രഷനൊക്കെ വിധേയായ ആളുകൾക്ക് ആർട്ട് തെറാപ്പി കൊടുക്കാമെന്ന് പറയുന്ന ആ രീതിയൊക്കെ ഇതിലേക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഓരോ കഥാശീർഷകത്തിന്റെ മുകളിലും ഒരു പൂവ് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ചില കല്ലിന്റെ മുകളിലൊക്കെ വെച്ച് പോകുന്നത്. അതേപോലെ ഒരു മഞ്ഞ പൂവിന്റെ ചിത്രം എല്ലാ അധ്യായത്തിന്റെ ആരംഭത്തിലുണ്ട്. നമ്മുടെ സീക്രട്ട് പോലുള്ള പുസ്തകങ്ങളുടെ ഒക്കെ പേജ് പോലെയാണ്. എല്ലാ പേജും കളറാണ്, കളർ പേജാണ്. അത് വല്ലാതെ കളർ ഉപയോഗിച്ചിട്ടില്ല. ഒരു സൈഡിലൊക്കെ ഇങ്ങനെ മഞ്ഞ തൂവി പോയിരിക്കുകയാണ്. അപ്പൊ ഇത് ഇത്രയും പറയാൻ കാരണം ഇത് നമുക്ക് വേണമെങ്കിൽ ആർക്കെങ്കിലും സ്നേഹസമ്മാനമായിട്ട് കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. സ്നേഹത്തെക്കുറിച്ചും വേർപിരിയലിനെ കുറിച്ചൊക്കെ, മാപ്പ് കൊടുക്കലിനെ കുറിച്ചൊക്കെ ഉള്ള കുറേ ഉദ്ധരണികൾ. സ്നേഹമാണ് പ്രധാന ബേസെങ്കിലും അതിൽ എങ്ങനെ നമുക്ക് മാപ്പ് കൊടുക്കാം, പൊറുക്കാം, അത്തരം ഉദ്ധരണികളൊക്കെ ചേർത്തിട്ട് 2-3 കഥകൾ ഇടവിട്ടുകൊണ്ട് ആ ഉദ്ധരണികളും കൊടുത്തിട്ടുണ്ട്. ഒരർത്ഥത്തിൽ ഇത് ഞാൻ പറഞ്ഞല്ലോ ഒരു ആർട്ട് ബുക്കും കൂടിയാണ്, വളരെ ഫിലോസഫിക്കലും കൂടിയാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടമാകുമോ എന്നുള്ള സംശയമുണ്ട്. ഇപ്പോൾ എന്താ പറയാ, അടിച്ചു പൊളിച്ചൊക്കെ നടക്കുന്ന ആൾക്കാർക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഈ പറയുന്ന സംസാരം തന്നെ എത്ര പേര് കേട്ടിരിക്കും എന്നുള്ള സംശയമാണ്. പക്ഷെ മനുഷ്യനെ അറിയുന്ന അല്ലെങ്കിൽ മനുഷ്യനെ ഇഷ്ടപ്പെടുന്ന മനുഷ്യത്വമുള്ള ആളുകൾക്ക് ഈ പുസ്തകം വളരെയധികം ഇഷ്ടപ്പെടും എന്നുള്ളതാണ്. ഒരുപാട് സോക്രട്ടീസ്, ഓപ്ര വിൻഫ്രേ, അതുപോലെ റീൽക്കെ, ഖലീൽ ജിബ്രാൻ, ഏഞ്ചലോ കസന്തക്കീസ്, അതുപോലെ ദസ്തേവ്സ്കി, ലാവോത്സു, അങ്ങനെയൊക്കെയുള്ള കുറേ പേരുടെ ഉദ്ധരണികളും ഇതിൽ ഇട്ടിട്ടുണ്ട്. അതൊരു പക്ഷെ ഇതിന്റെ ആ പ്രചോദിതമായിട്ടുള്ള ആ പുസ്തകം ഉണ്ടല്ലോ അതിനെ വെച്ചുകൊണ്ടുള്ള ഒരു ഇതായിരിക്കാം. എന്തായാലും അതൊക്കെ ഉപകരിക്കും. നമ്മളൊരു യാത്രയിൽ ഇരിക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് ഇങ്ങനെ വെറുതെ മറിച്ചു നോക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ഊർജം പകരുന്നുണ്ടെന്നാണ്. ഓരോ കഥയുടെ അവസാനം നമുക്കിങ്ങനെ ഉദ്ധരണികളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതും ഗംഭീരമാണ്. ഇതിന്റെ എല്ലാ കഥകളും പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷെ സമയം ഒത്തിരി എടുക്കും. എന്തായാലും ഒരു കഥയും കൂടെ ഞാൻ അതിൽ ഒന്ന് പറയാൻ ആലോചിക്കുകയാണ്. അത് അധ്യാപകരുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ്. അത് അഭിമാനം എന്നൊരു കഥയുണ്ട്.
ആകെ 20 കഥകളാണ് കേട്ടോ. ഓരോ കഥയും ഓരോ തരമാണ്. കുറെ വിദേശ രാജ്യ പശ്ചാത്തലത്തിലുള്ള കഥകളൊക്കെ ഉണ്ടെങ്കിലും ഇതില് ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ സംഭവിച്ച പോലത്തെ കുറെ കഥകളും ഇതിലുണ്ട്. അപ്പൊ ഈ അഭിമാനം നല്ലൊരു കഥയാണ്. ഒന്നുമില്ല, 2 കഥ ആളുകളുള്ളൂ. ഒന്ന് ജോണി, അയാളുടെ അഗസ്റ്റിൻ മാഷും. ഒരു വിവാഹ ചടങ്ങില് പങ്കെടുക്കാൻ എത്തിയതായിരുന്നു നമ്മുടെ ജോണി. ആൾക്കൂട്ടത്തില് ഏകനായിരിക്കുന്ന ഒരു വൃദ്ധനെ അയാൾ കാണുകയാണ്. തന്നെ സ്കൂളിൽ പഠിപ്പിച്ച അഗസ്റ്റിൻ മാഷാണെന്ന് ജോണി തിരിച്ചറിയുന്നുണ്ട്. ജോണി അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് ഇങ്ങനെ അഭിവാദ്യം ചെയ്ത് ചോദിക്കുക, മാഷിന് എന്നെ ഓർമ്മയുണ്ടോ? അപ്പൊ മാഷ് തലയുയർത്തി ജോണിയെ ഒന്ന് നോക്കി. എനിക്ക് മനസ്സിലായില്ലല്ലോ. ജോണി പേര് പറഞ്ഞ് പരിചയപ്പെടുത്തി. ഞാൻ മാഷിന്റെ വിദ്യാർത്ഥിയായിരുന്നു പണ്ട്. മാഷ് എന്നെ 7ാം ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ആണോ, എന്റെ വിദ്യാർത്ഥിയാണല്ലേ? എനിക്ക് നല്ല വയസ്സായി മോനെ, പണ്ട് മുഖങ്ങളൊക്കെ മറന്നുപോയി അന്നത്തെ. ജോണി ഇപ്പൊ എന്ത് ചെയ്യുന്നു? അപ്പൊ അദ്ദേഹം പറയും, ഞാനൊരു അധ്യാപകനാണ് മാഷെ. വളരെ അഭിമാനത്തോടു കൂടി പറയണത്. അപ്പൊ മാഷ് നീട്ടിക്കൊടുത്തൊരു കസേരയിൽ ജോണി വളരെ ഭവ്യതയോടു കൂടി അടുത്തിരിക്കുന്നുണ്ട്. വളരെ സന്തോഷം. അധ്യാപനം തിരഞ്ഞെടുക്കാൻ എന്താ കാരണം? അപ്പൊ ജോണി ഒന്ന് ആഴത്തില് പുഞ്ചിരിച്ചിട്ട് പറയാണ്, അതിന് മാഷാണ് കാരണം. എന്നെ ഒരു അധ്യാപകനാകണം എന്ന് പ്രചോദിപ്പിച്ചത് മാഷാണ്, അഗസ്റ്റിൻ മാഷാണ്. ഞാനോ? മാഷ് ഞെട്ടുകയാണ്. ഞാൻ എങ്ങനെയാണ് താങ്കൾ എങ്ങനെ ഈ തൊഴിലിലേക്ക് നയിച്ചത്? മാഷ് എന്നെ അത്ര ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോഴാണ് എനിക്കും ഇതുപോലുള്ള സ്വാധീനം എൻ്റെ കുട്ടികളിലും എനിക്കും ചെലുത്താൻ പറ്റുന്നൊക്കെ മനസ്സിലാക്കിയത്. മാഷ് എന്നെ അധ്യാപനം എന്ന പ്രൊഫഷനിലേക്ക് നയിച്ചത് അങ്ങനെയാണ്. ജോണിയെ എങ്ങനെ സ്വാധീനിച്ചു എന്നാണ് ചോദിക്കുന്നത്. ഇങ്ങനെ അയാൾ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോ ഒരു കഥ പറയുകയാണ് എന്ന് പറഞ്ഞ പോലെ, ഒരു കഥയുണ്ടെന്ന് പറഞ്ഞ പോലെ, ഒരു ദിവസം ഒരു വിലപ്പെട്ട ഒരു സമ്മാനം ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് നഷ്ടാവുകയാണ്. ഒരു വാച്ചാണത്. ആ വാച്ച് കാണാനില്ല ഒരു കുട്ടിയുടെ. മാഷ് വന്നപ്പോൾ ക്ലാസ്സിൽ ആകെ ബഹളാണ്. ആരാണ് വാച്ച് എടുത്തത് ചോദിച്ചപ്പോൾ ആരും പറയില്ലല്ലോ. അപ്പൊ മാഷ് ഇവരോടെല്ലാവരോടും നിരന്ന് കണ്ണടച്ച് നിൽക്കാൻ പറഞ്ഞു. കണ്ണടച്ച് നിന്ന് മാഷ് എല്ലാവരുടെയും പോക്കറ്റിലും അവരുടെ ബാഗിലൊക്കെ തപ്പി, ഓരോരുത്തരെയും തപ്പി അഗസ്റ്റിൻ മാഷ് ഈ ജോണിയുടെ അടുത്ത് വരികയാണ്. ജോണിയുടെ പോക്കറ്റില് ആ വാച്ച് ഉണ്ടായിരുന്നു. മാഷ് പക്ഷെ ക്ലാസ്സിൽ ആരോടും പറയുന്നില്ല. അത്രയും തന്നെ ഒരു നാണക്കേടിന്ന് രക്ഷിച്ച ആ മാഷ് ശരിക്കൊരു മാതൃകയായി മാറുകയായിരുന്നു ജോണിയുടെ മുന്നിൽ. അതാണ് മാഷെ ഞാൻ മാഷാവാണ്ടായ കാരണം എന്ന് പറയുകയാണ്. അവിടെ എല്ലാ ട്വിസ്റ്റ്. മാഷ് പറയാണ്, അഗസ്റ്റിൻ മാഷ് പറയാണ്, ജോണിക്ക് അറിയോ, ഞാനും അന്ന് കണ്ണടച്ചിട്ടാണ് നിങ്ങളെയൊക്കെ പരിശോധിച്ചത്. ആരുടെ കീശയെന്നാണ് വാച്ച് കിട്ടിയെന്ന് ഞാൻ ഓർക്കുന്നില്ല. ജോണി ഇപ്പൊ പറഞ്ഞപ്പോഴാണ് അത് ജോണിയാണ് മോഷ്ടിച്ചത് എന്നുള്ള ഒരു ധാരണ വരുന്നതെന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള കഥകളുടെ ഒരു 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 സമാഹാരമാണ് നമ്മുടെ എം നൗഷാദ് എഴുതിയിട്ടുള്ള മുറിവേറ്റവർക്കുള്ള കഥകൾ. അപ്പൊ ഇത് എല്ലാ കഥകളും പറയാൻ നിൽക്കുന്നില്ല. ഇത് ഞാൻ ഈ ചുരുക്കി പറഞ്ഞതാണ്. കഥ എഴുത്തിന്റെ ഒരു വലിയ രീതിശാസ്ത്രം ശരിക്കും പഠിച്ച ഒരു പെരുന്തച്ഛനാണ് നമ്മുടെ നൗഷാദ് സാറ്. നമ്മള് ഒരു വാക്യത്തിൽ നിന്ന് അടുത്ത വാക്യത്തിലേക്ക് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ജമ്പ് ചെയ്ത് പോവുകയും ഇടയ്ക്ക് അത് തിരിഞ്ഞിങ്ങനെ വരികയും ധ്യാനിക്കാനുള്ള ഒരു അവസരമൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു കഥകളാണ്. വളരെ സിനിമാറ്റിക് ആയിട്ടൊക്കെ ചില രംഗങ്ങൾ, ചിലതല്ല എല്ലാ രംഗങ്ങളും അദ്ദേഹം വിവരിക്കുന്നുണ്ടെന്നുള്ളതാണ്. വളരെ സൂക്ഷ്മമായിട്ടുള്ള വിവരണങ്ങളും ചിത്രീകരണങ്ങളും ഇമേജറി എന്നൊരു തന്ത്രമൊക്കെ അതിഗംഭീരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ ആ കുഞ്ഞു വരച്ച ചിത്രം, അത് ഞാൻ ഒരു തവണയേ വായിച്ചുള്ളൂ. അത് എൻ്റെ മനസ്സിലുണ്ട്. മഞ്ഞ തീരം, നീല കടല്, തവിട്ട് നിറമുള്ള കടൽക്കാക്ക, അതിൻ്റെ അടിയിൽ എഴുതിയ വരികള്, ഇങ്ങനെ ഇതെല്ലാം നമ്മളിലൊരു മെന്റൽ ഇംപ്രിന്റ്സ് ഉണ്ടാക്കാനുള്ള ഒരു കഴിവ് നൗഷാദ് സാറിന് ഗംഭീരമായിട്ടുണ്ട്. അത് പ്രത്യേകം എടുത്തു പറയാണ്. സാറിന്റെ ഒരു പ്രത്യേക ഒരു സ്പെഷ്യലൈസ്ഡ് ഏരിയ ആണ് ഇമോഷണൽ ഈസ്തെറ്റിക്സ് എന്നുള്ളത്. അപ്പൊ ഇത് ഈ ഒരു മീറ്റിലൂടെ എത്രമാത്രം നമുക്ക് നൗഷാദ് സാറിനെ പരിചയപ്പെടാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും ഈ പുസ്തകം എല്ലാവരും വായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ നിർത്തുകയാണ്. ഈ പുസ്തകം
ഞാൻ വെറുതെ പറഞ്ഞല്ല. എല്ലാവരും വാങ്ങി ഒന്നില്ലെങ്കിൽ ആരെങ്കിലും വിഷാദിയായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അവർക്കിതൊരു സമ്മാനമായിട്ട് കൊടുക്കണം എന്നുള്ളതാണ്. ഒരുപാട് കഥ ഇതിങ്ങനെ ഒരു 1 മണിക്കൂർ കൊണ്ടോ 2 മണിക്കൂർ കൊണ്ടോ പറയാവുന്നതല്ല എന്നുള്ളതാണ്. എല്ലാ കഥകളും സ്നേഹത്തിന്റെ പല പല വ്യാപാരങ്ങളിലേക്ക് പോകുകയാണ്. ഒരു കഥയും കൂടെ ഓർക്കുകയാണ്, ഞാൻ അതും കൂടെ പറഞ്ഞു നിർത്താം. നമ്മുടെ വാൻ ഗോഗിനെ നമുക്ക് അത്ര പരിചയമുള്ളത് എങ്ങനെയാണ്? ഒരു കലാകാരൻ എന്നുള്ള രീതിയിലാണ്. വാൻ ഗോഗിന്റെ കാണാത്ത ഒരു മുഖം പറയുന്ന ഒരു കഥ ഇതിലുണ്ട്. വാൻ ഗോഗ് എന്നൊരു പാതിരിയായിട്ട്. എനിക്കത് ഒരു പുതിയ അറിവായിരുന്നു കേട്ടോ. വാൻ ഗോഗ് ഈ വിഷാദിയൊക്കെ ആവുന്നതിന് മുമ്പ് ഒരു ഈ ചിത്രകാരനൊക്കെ ആവുന്നതിന് മുമ്പ് ഒരു പ്രീസ്റ്റ് ആയിരുന്നു, ഒരു പുരോഹിതനായിരുന്നു. അത് ബോഹിനാഷയിലെ ഒരു ദരിദ്രരായിട്ടുള്ള ഖനി തൊഴിലാളികൾക്ക് വേണ്ടി ഉള്ള ഒരിടത്ത് ഒരു പാതിരിയായിരുന്നു. അപ്പൊ അന്ന് അദ്ദേഹം താമസിച്ചിരുന്ന തന്നെ ഈ ഖനി തൊഴിലാളികളുടെ കുടിലുകൾ പോലുള്ള ഒരു കുടിലിനുള്ളിലായിരുന്നു. വിൻസെന്റ് വാൻ ഗോഗ് അങ്ങനെ വളരെ ശ്രദ്ധാപൂർവം ഒരു കത്ത് വായിക്കുകയാണ്. വായിച്ചാകെ ഞെട്ടുകയാണ്. എന്താ സംഭവിച്ചാല് അദ്ദേഹത്തിന് ഈ പ്രീസ്റ്റ് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുകയാണ്. അത് മത മേലധികാരികൾ അദ്ദേഹത്തിന് ഒരു ഡിസ്മിസൽ ഓർഡർ അയച്ചിരിക്കുകയാണ്. എത്ര ആലോചിച്ചിട്ടും എന്താണ് തന്നെ ഇങ്ങനെ പിരിച്ചുവിടാൻ കാരണം മനസ്സിലാവുന്നില്ല. താൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ഒരിക്കലും സഭാ നിയമങ്ങൾക്കെതിരായിട്ടൊന്നും വാൻ ഗോഗ് എന്ന പുരോഹിതൻ പ്രവർത്തിച്ചിട്ടില്ല. ആരെയും അറിഞ്ഞുകൊണ്ട് ദ്രോഹിച്ചിട്ടുമില്ല. സ്ത്രീകളെയോ കുട്ടികളെയോ ഒന്നും ശല്യം ചെയ്തിട്ടുമില്ല. കഷ്ടപ്പാടുകൾക്കൊപ്പവും കഷ്ടപ്പാടുകൾ സഹിക്കുന്നവർക്കൊപ്പവും നിന്ന ചരിത്രമുള്ളൂ. വലിയ വലിയ വീടുകളൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഈ കുടിലൊക്കെ താമസിച്ചിരുന്നത്. പിന്നെ അതായത് ഈ കലാകാരനായിട്ട് പേരെടുക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഉന്മാദം കീഴ്പ്പെടുത്തിയ ഈ മനസ്സുമായിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ, സ്നേഹത്താൽ മുറിപ്പെട്ട് ഇങ്ങനെ അലയുന്നതിന് മുമ്പ് വാൻ ഗോഗിന് ഇങ്ങനെ അവിശ്വസനീയമായ ഒരു പുരോഹിത കാലം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ വാൻ ഗോഗ് പോലുള്ള ഒരാളെ ഇങ്ങനെ മൗൾഡ് ചെയ്ത് വന്നത് ഈ ഇമോഷണൽ ബേസ്റ്റ് ആണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ പിരിച്ചു വിട്ടുകൊണ്ടുള്ള കത്തില് എഴുതിയത് ഇങ്ങനെയായിരുന്നു. അതാണ് ഇതിന്റെയും ട്വിസ്റ്റ്. ആ കത്ത് ഇങ്ങനെയായിരുന്നു: താങ്കൾ ബൈബിൾ അധ്യാപനങ്ങളെ അക്ഷരാർത്ഥത്തിൽ എടുക്കുകയും തീവ്രമായി പ്രയോഗിക്കുകയും ചെയ്യുന്നു. അപ്പൊ സത്യസന്ധമായി ബൈബിളിലെ തത്വങ്ങളെ ഈ സാധാരണ ഖനിത്തൊഴിലാളികൾക്കിടയിൽ പ്രയോഗിച്ചതാണ്. അവരുടെ വേദനകൾക്കൊപ്പം കൂടുതൽ നിന്നതാണ് അയാളെ പിരിച്ചുവിടാൻ കാരണം. അവരുടെ യഥാർത്ഥ ലക്ഷ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശങ്ങളിലേക്ക് പോകാൻ നിന്നില്ല. സാധാരണക്കാരോടൊപ്പം, വേദനിക്കുന്നവരോടൊപ്പം നിന്നതാണ് അതിൽ പറയുന്നത്. ആ കഥയില് ഇത്രയല്ല കേട്ടോ. ആ കഥയില് ഈ ഖനിത്തൊഴിലാളികൾക്കൊപ്പം അവര് ഒരുപാട് അനുഭവിച്ച കഥകളെ കുറിച്ചും പറയുന്നുണ്ട്. ഇത്തരം കുറെ കഥകളാണ് ഇതിലുള്ളത്. ഇതെല്ലാം ഓരോന്നും ഈ വാൻ ഗോഗിന്റെ കഥയൊക്കെ നമുക്കൊരു പുത്തൻ അറിവാണ്. അത് കുറെ ഉണ്ട് കേട്ടോ. അതിൽ പറഞ്ഞാലും തീരില്ല, സമയത്തിന്റെ പ്രശ്നം കൊണ്ടാണ്. ഇപ്പോഴത്തെ കാലത്തെ പ്രണയികളൊക്കെ വായിക്കേണ്ട ഒരു കഥ അതിലുണ്ട്. അതും കൂടെ പറഞ്ഞു നിർത്താം. അത് നിർത്താൻ തോന്നില്ല, കാരണം ഓരോ കഥയും അങ്ങനെ രസകരമാണ്. പരീക്ഷണം എന്നാണ് ഒരു കഥ. അപ്പൊ അതില് ഒരു ന്യൂയോർക്കിലെ തിരക്ക് പിടിച്ച ഒരു ഗ്രാൻഡ് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ഒരാൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. റിച്ചാർഡ് എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രണയിനി സിൽവിയ. ഈ റിച്ചാർഡ് ഒരു സൈന്യ ഉദ്യോഗസ്ഥനാണ്. 3 വർഷക്കാലമായിട്ട് സൈന്യത്തിലായിരുന്നു. അപ്പൊ ഇവര് അവിചാരിതമായ ഒരു പ്രണയത്തിലേക്ക് വന്നു വീണത് എങ്ങനെയാ വെച്ചാല്, ഈ റിച്ചാർഡ് ലൈബ്രറിയിൽ നിന്ന് ഒരു ബുക്ക് എടുത്തപ്പോ ആ ബുക്കിന്റെ സൈഡിൽ ഇങ്ങനെ നോട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പെൻസിലുകൊണ്ട്. ആ നോട്ടിന്റെ ഹാൻഡ് റൈറ്റിങ്ങും അതിമനോഹരം, അതിലത്തെ ആശയങ്ങളും അതിമനോഹരം. ആ അക്ഷരങ്ങളും എഴുത്തും കണ്ട് ആ എഴുത്തിന്റെ ആളോട് പ്രണയം തോന്നുന്നു. ആണാണോ പെണ്ണാണോ എന്ന് അറിഞ്ഞിട്ടല്ല. അങ്ങനെ ലൈബ്രറി ചെന്ന് ചോദിക്കുകയാണ്, ഈ ബുക്ക് മുമ്പെടുത്ത ആരാണെന്നൊന്ന് അറിയാൻ പറ്റുമോ? അപ്പൊ അവരാദ്യം സമ്മതിക്കുന്നില്ല. പക്ഷെ പിന്നീട് ഇയാളുടെ ആ ഒരു പോസിറ്റിവിറ്റി കണ്ടപ്പോൾ, അയാളുടെ ഒരു സമർപ്പണം കണ്ടപ്പോൾ അഡ്രസ്സ് കൊടുക്കുകയും പോസ്റ്റൽ അഡ്രസ്സ് അതുവഴി അവര് കത്തുകൾ അയക്കുകയും നിരവധി കത്തുകളിലൂടെ ഈ റിച്ചാർഡും സിൽവിയും തമ്മിൽ പ്രണയത്തിലാവുകയാണ്. അതിന്റെ ഇടയിലാണ് ഇയാൾക്ക് സൈന്യത്തിൽ ജോലി കിട്ടുന്നത്. അപ്പൊ വീണ്ടും ഈ വിപ്രലംബ ശൃംഗാരത്തിലേക്ക് അകന്ന ഇതിലേക്ക് പോവുകയും, പക്ഷെ അവരുടെ പ്രണയം തീവ്രമാകുകയാണ് എഴുത്തുകളിലൂടെ. 3 വർഷം കഴിഞ്ഞിട്ട് നാട്ടിൽ വന്നപ്പോ, യുദ്ധമൊക്കെ കഴിഞ്ഞ് നാട്ടിൽ വന്നപ്പോ ഇവളെ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കാണാമെന്നൊരു കത്ത് കിട്ടിയിട്ട് കാത്തിരിക്കുന്നതാണ് കഥയുടെ ആരംഭം.
അപ്പൊ ആ കത്തില് അവസാനത്തെ കത്തിൽ എങ്ങനെ നമ്മൾ തിരിച്ചറിയുമെന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ പുതിയ കാലത്തെ വാട്സപ്പ് സോഷ്യൽ മീഡിയ കാലമല്ലല്ലോ. അപ്പൊ ആ പെണ്ണ് സിൽവിയ പറയുന്നുണ്ട്, ഞാനൊരു റോസാപ്പൂ എൻ്റെ മാറില് ചൂടിയിട്ടുണ്ടായിരിക്കും, വസ്ത്രത്തും അങ്ങനെ ചൂടിയിട്ടുണ്ടായിരിക്കും, അതാണ് തരുന്ന ഒരു സൈൻ. അങ്ങനെ ഇയാള് ഇങ്ങനെ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുമ്പോൾ ഒരു വളരെ പ്രായമുള്ള ഒരു പെണ്ണ് ഈ റോസാപ്പൂ കുത്തിട്ട്, അല്ല അതിനു മുമ്പ് ഈ ഒരു നല്ല സുന്ദരിയായ ഒരു പെണ്ണ് കടന്നു പോവാണ്. അപ്പൊ അതായിരിക്കും തന്റെ സിൽവിയ എന്നിങ്ങനെ ആഗ്രഹിച്ചു. എത്ര ഭാഗ്യവാനാണ് ഞാൻ എന്നൊക്കെ ചിന്തിച്ച് അവരൊന്നിച്ചുള്ള ജീവിതമൊക്കെ സ്വപ്നം കണ്ട്. പക്ഷെ തിരിഞ്ഞു നോക്കിയപ്പോ ആ സുന്ദരിയുടെ നെഞ്ചത്ത് റോസാപ്പൂവൊന്നുമില്ല. ഒരു പെട്ടെന്നുള്ളൊരു ഇമേജറി ട്വിസ്റ്റില് പിന്നെ കാണുന്നത് വളരെ പ്രായം ചെന്നൊരു സ്ത്രീ ഇങ്ങനെ നെഞ്ചത്ത് റോസാപ്പൂ കുത്തിയിട്ട് വരികയാണ്. അപ്പൊ ഇയാള് എന്തായാലും ആഗ്രഹിച്ചല്ലേ എന്നുള്ള രീതിയിൽ ഈ പ്രായം ചെന്ന സ്ത്രീയുടെ അടുത്ത് നിന്ന് നമസ്കാരമൊക്കെ പറയുകയാണ്. അപ്പൊ ആ സ്ത്രീ പറയാണ്, എന്താണ് കഥ എന്ന് മനസ്സിലായില്ല, ഒരു നല്ല സുന്ദരിയായി ഇപ്പൊ പോയില്ലേ നീല ഫ്രോക്ക് ഇട്ട പെൺകുട്ടി, അവൾ എൻ്റെ നെഞ്ചില് ഈ ഉടുപ്പും അത് പിടിപ്പിച്ചിട്ട് പോയി. ഒരു ഇതുപോലെ ഒരാൾ വന്ന് ചോദിച്ചാല് ഒന്നിച്ച് കാപ്പി കുടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പുറത്തെ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുന്നുണ്ട്, അവിടെ ഞാൻ ഉണ്ടാകും. ഒരു വേള നമ്മളെ ഒന്ന് പരീക്ഷിക്കുന്ന ഒരു തന്ത്രമാണ് ശരിക്കും. ആ ഒരു സിൽവിയും റിച്ചാർഡും തമ്മിൽ കണ്ടുമുട്ടുകയും ഒന്നിച്ച് ജീവിക്കുകയും ചെയ്യുന്നുണ്ട് ആ കഥയില്. പക്ഷെ ഒരു വേള ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കുകയാണ്. അപ്പൊ യഥാർത്ഥ പ്രണയത്തിലെ ഒരു പരീക്ഷണം സംഭവിക്കും എന്നുള്ളതാണ്. ഇത്തരം കുറെ കഥകളാണ് ഇതിലുള്ളത്. രസകരമായിട്ടുള്ള ഓരോ കഥയും നമുക്ക് വേണമെങ്കിൽ ഓരോ ഷോർട്ട് ഫിലിം ആക്കാവുന്ന, ഇനി അത് വികസിപ്പിച്ചൊരു സിനിമയാക്കാവുന്ന രീതിയിൽ അത്രയും ഇമേജറി നിറഞ്ഞൊരു ഒരു പുസ്തകമാണ്. അപ്പൊ സത്യത്തിൽ ഇത് ആരംഭത്തിൽ വിഷാദികളുടെ കാര്യം പറഞ്ഞെങ്കിലും നമുക്ക് ഇതിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിയുടെ ഒരു പോസിറ്റിവിറ്റിയുടെ ഒരു കുറേം കൂടി പുഷ്കലതയിലേക്ക് ഈ പുസ്തകത്തെ വായിക്കാൻ എല്ലാവരെയും ഒന്ന് പ്രചോദിപ്പിക്കുകയാണ്. അല്ലാണ്ട് ഒരു ഡാർക്ക് ലിറ്ററേച്ചർ ആയിട്ട് ഇതിനെ എടുക്കാതിരിക്കുകയും വേണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഇത്ര നേരം കുറെ സമയമായി, നീണ്ടുപോയി. എല്ലാ കഥകളും പറയണമെന്നൊക്കെ ആഗ്രഹം തോന്നും, അത്രയും ഗംഭീരമായിട്ടുള്ള കഥകളാണ്. നന്ദി, നമസ്കാരം. നന്ദി സർ. മലപ്പുറം ജില്ലയിൽ അടുത്തതായിട്ട് നമ്മുടെ നൗഷാദ് സാറിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ക്ഷണിക്കുകയാണ്. അതിന് മുമ്പ് നൗഷാദ് സാറിനെ ഒന്ന് പരിചയപ്പെടുത്താം. മലപ്പുറം ജില്ലയിലെ കക്കോവിൽ ജനനം, എഴുത്തുകാരൻ, ഡോക്യുമെന്ററി സംവിധായകൻ, അധ്യാപകൻ, പരിശീലകൻ എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു. 14 വർഷത്തോളം വിവിധ കോളേജുകളിൽ പത്രപ്രവർത്തനവും ചലച്ചിത്ര നിർമ്മാണവും പഠിപ്പിച്ചു. അതർ ബുക്സ് മുൻ എഡിറ്ററാണ്. കോഴിക്കോട് കേന്ദ്രീകരിച്ചുള്ള കമൂറ ആർട്സ് കമ്മ്യൂണിറ്റിയുടെ സഹസ്ഥാപകനാണ്. ഇമോഷണൽ ഈസ്തെറ്റിക്, സർഗരചന, തിരക്കഥാ രചന എന്നിവയിൽ കേരളത്തിലും പുറത്തും ശില്പശാലകൾ നയിച്ചു വരുന്നു. പ്രധാന കൃതികൾ എന്ന് പറയുന്നത് സമാ ഐ ബിസ്മൽ, ഗവാലിയുടെ ഉൾലോകങ്ങൾ, വൈഗോവിച്ചിന്റെ ജയിൽ കുറിപ്പുകൾ എന്നീ സഹവിവർത്തനം തുടങ്ങിയവയാണ്. മുറിവേറ്റവർക്കുള്ള കഥകൾ എന്ന പുസ്തകത്തിന്റെ എഴുത്തനുഭവങ്ങൾ പങ്കുവെക്കുന്നതിനായി എം നൗഷാദ് സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കൃഷ്ണകുമാർ മാഷിന്റെ സംസാരം വളരെ സൂക്ഷ്മവും വളരെ അഗാധവുമായിരുന്നു. I genuinely feel very blessed and grateful. ഇങ്ങനെ ഒരു ഓൺലൈൻ പുസ്തക ചർച്ച സംഘടിപ്പിക്കുന്നതിന് ആ ഒരു ഇനീഷ്യേറ്റീവിന് I deeply appreciate and congratulate. ഈ പുസ്തകം തിരഞ്ഞെടുത്തതിന് ഞാൻ എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ മുറിവേറ്റവർക്കുള്ള കഥകൾ എന്ന പുസ്തകത്തിന് ഇത്ര സമഗ്രവും സൂക്ഷ്മവുമായ ഒരു നിരൂപണം കിട്ടിയിട്ടില്ല എന്ന്. മാഷ് അത് വളരെ ആത്മാർത്ഥമായും വളരെ ജെനുവിനായും വളരെ സമഗ്രമായും ചെയ്തു. പ്രത്യേകിച്ചും ബോബി അച്ഛൻ്റെ കുറിപ്പുകൾ, ബോബി അച്ഛൻ്റെ വരികളെ മുൻനിർത്തി. നേരത്തെ പറഞ്ഞതുപോലെ ഈ പുസ്തകം എഴുതാനുള്ള പ്രചോദനം, മെറ്റീരിയലായ പ്രചോദനം കൺസ്യൂമർ അസോസിയേഷൻ ഓഫ് പെനാങ് ഇറക്കിയ പുസ്തകമാണ്, ലവ് സ്റ്റോറീസ് ഓഫ് എ ഡിഫറെൻറ്റ് കൈൻഡ്. അത് ആക്ച്വലി ഒരു നമ്മൾ സാധാരണ വിചാരിക്കുന്ന പോലുള്ള ഒരു പുസ്തകമല്ല, അതൊരു സീരീസ്, ഒരു ബുക്ക്ലെറ്റ് സീരീസ് ആണ്. അപ്പോൾ അവർ സാധാരണ ഇറക്കാറുള്ളത് വളരെ പൊളിറ്റിക്കലായ പുസ്തകങ്ങളാണ്. ഇപ്പോൾ കൺസ്യൂമർ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട്, എൻവയോൺമെൻ്റൽ ഇഷ്യൂസ്, പ്രത്യേകിച്ചും മലേഷ്യയിലെയും
മറ്റ് തേർഡ് വേൾഡ് രാജ്യങ്ങളിലെയും ഒക്കെ ഉള്ള എൻവയോൺമെന്റൽ ഇഷ്യൂസും കൺസ്യൂമർ റൈറ്റ്സ് ഇഷ്യൂസും ക്യാപിറ്റലിസം ഉണ്ടാക്കുന്ന എക്സ്പ്ലോയിറ്റേഷൻ. അപ്പോൾ അങ്ങനെ ഉള്ള പുസ്തകങ്ങൾ ഇറക്കുന്ന ആളുകൾ എന്തിനാണ് സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു പുസ്തകം ഇറക്കുന്നത് എന്ന് എനിക്ക് ഭയങ്കര കൗതുകം തോന്നിയിരുന്നു. കോഴിക്കോട് നേരത്തെ പറഞ്ഞ അതർ ബുക്സ് സ്ഥാപിക്കുന്ന കാലത്ത് ഒരു 20 വർഷം മുമ്പ് ഗോവയില് മാപ്പുസ എന്ന സ്ഥലത്ത് ക്ലോഡ് അൽവാരിസിനെ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ക്ലോഡ് അൽവാരിസ് റൺ ചെയ്യുന്ന ഗോവ ഫൗണ്ടേഷന്റെ ഒരു അതർ ഇന്ത്യ പ്രസ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമുണ്ട്. ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യാറുണ്ട്, അവർക്ക് ബുക്ക് ഷോപ്പും ഉണ്ട്. അവിടെ പോയിട്ട് നമ്മൾ പുസ്തകം എടുക്കുന്ന സമയത്ത് ആൾട്ടർനേറ്റീവ് ബുക്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ മെയിൻ സ്ട്രീം മൊണോപ്പൊളി ഉള്ള പബ്ലിഷേഴ്സിന്റെ ആ നോളജ് പ്രൊഡക്ഷനിൽ നിന്ന് മാറി ആൾട്ടർനേറ്റീവായ നോളജ് പ്രൊഡക്ഷൻ ചെയ്യുന്ന കമ്മിറ്റഡ് ആയ ഇൻഡിപെൻഡൻ്റ് ആയ സ്മോൾ സ്കെയിലൊക്കെ വർക്ക് ചെയ്യുന്ന പബ്ലിഷേഴ്സിനെ നമ്മൾ തിരഞ്ഞുപിടിച്ച് ഇപ്പോൾ ഒരു ബുക്സ് ഫോർ ചേഞ്ച് എന്നൊക്കെയുള്ള മറ്റുള്ള ഈ ലോകത്തിനെ മാറ്റി തീർക്കാൻ നല്ല പുസ്തകങ്ങൾക്കും നല്ല കഥകൾക്കും കഴിയും എന്നൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടിൽ, അല്ലെങ്കിൽ മാറ്റി തീർക്കാനൊന്നും പറ്റില്ലെങ്കിലും ഇത്തിരി കൂടി നല്ലതാക്കാൻ, ഇത്തിരി കൂടി സമാധാനം നിറഞ്ഞതാക്കാൻ പുസ്തകങ്ങൾക്കും മനുഷ്യരുടെ കരുണ നിറഞ്ഞ വാക്കുകൾക്കും, പുസ്തകമൊന്നും വേണ്ട, ഒരു വാക്കൊക്കെ മതി, ഒരു വാചകമൊക്കെ മതി ലോകത്തിന് ഇത്തിരി കൂടി സമാധാനമുള്ളതാക്കി തീർക്കാൻ എന്ന ഒരു ആഴത്തിലുള്ള ഇൻറ്റ്യൂട്ടീവായ, ഒരു പക്ഷേ ലോജിക്കൊന്നും ഇല്ലാത്ത വളരെ മാജിക്കലായ ഒരു ബോധ്യം നമ്മുടെ ഈ പറഞ്ഞ സുഹൃത്തുക്കൾക്കൊക്കെ, നേരത്തെ പരാമർശിച്ച കൂട്ടായ്മകൾക്കൊക്കെ ഉണ്ട്. അതിന് ജാതി മത ദേശഭേദങ്ങളൊന്നുമില്ല. ഇപ്പൊ ക്ലോഡ് അൽവാരിസ് ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. കൺസ്യൂമർ അസോസിയേഷൻ ഓഫ് പെനാങ് റൺ ചെയ്യുന്ന അങ്കിൾ ഇദ്രീസ് ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. നേരത്തെ പറഞ്ഞ അതർ ബുക്സ് റൺ ചെയ്യുന്ന ആളുകളും എല്ലാവരും, ബോബി അച്ഛൻ, എല്ലാവരും. ഇപ്പൊ മലയാളത്തില് സാന്ത്വന സാഹിത്യം എന്ന് പറയുന്ന ശ്രേണിയില്, അല്ലെങ്കിൽ എന്ന് പറയുന്ന ജോണറിൽ കുറെ അധികം പുസ്തകങ്ങൾ ആവശ്യമുണ്ട്. ഇനി ഒരുപാട് പുസ്തകങ്ങൾ ആവശ്യമുണ്ട്. പക്ഷെ അത് ജെനുവിനായ സാന്ത്വന സാഹിത്യമായിരിക്കുകയും വേണം. നമ്മളിങ്ങനെ ഫേക്കായിട്ട് ആളുകളെ എന്താ പറയാ മോട്ടിവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആളുകൾക്ക് വ്യാജമായ പ്രതീക്ഷ കൊടുക്കുക എന്നതിനപ്പുറത്ത് ജനുവിനായ നിരാശയുടെയും ജനുവിനായ മോഹഭംഗങ്ങളുടെയും ജനുവിനായ അനാഥത്വങ്ങളുടെയും അലച്ചിലുകളുടെയും അരക്ഷിതാവസ്ഥകളുടെയും ഒക്കെ കഥകളിലൂടെ മനുഷ്യർക്ക് ഉണ്ടായിത്തീരാനിടയിലുള്ള സനാഥത്വത്തിന്റെ, സുരക്ഷിത ബോധത്തിന്റെ, അല്ലലില്ലായ്മയുടെ, കൂട്ടായ്മാബോധങ്ങളിലേക്ക് നമ്മൾ ബുദ്ധിസത്തിൽ സത്സംഗ് എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയിലേക്ക് ആളുകളെ നയിക്കുക എന്നൊക്കെയുള്ള ഒരു ആലോചന ഈ പുസ്തകത്തിന്റെ നിർമ്മിതിയിൽ ഇന്റേണലി, ഈ പുസ്തകത്തിന്റെ ഉണ്ടായിത്തീരലിൽ ഇന്റേണലി ഉണ്ടായിട്ടുണ്ട്. എക്സ്റ്റേണലി വന്നത് തീർച്ചയായിട്ടും ഈ ബുക്ക്ലെറ്റ് സീരീസ് ആണ്. അപ്പൊ അത് വായിച്ചപ്പോൾ ഇങ്ങനെ അത് നമ്മൾ അതർ ബുക്സിന് വേണ്ടി കൊണ്ടുവരികയും, അപ്പൊ അത് വായിക്കുമ്പോഴൊക്കെ ഇങ്ങനെ കരച്ചിൽ വരും. ഇങ്ങനെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, അതർ ബുക്സിന്റെ ഒരു മൂലയിൽ ഇരുന്ന് ഇത് വായിച്ചിങ്ങനെ കരയാറുണ്ടായിരുന്നു ഒരു 10-20 കൊല്ലം മുമ്പ്. അപ്പൊ എന്തിനാണ് ഈ പുസ്തകം ഇങ്ങനെ കരയിക്കുന്നത് എന്ന് എനിക്ക് പിടികിട്ടിയിട്ടില്ല. ഇപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്. ഇതിന്റെ ആമുഖത്തിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, അതായത് ഈ ലോകത്ത് ഇത്രയും മനോഹരമായ സ്നേഹം ലഭ്യമാണ് എന്ന അറിവാണോ, അത് സ്നേഹം നമ്മളെ കരയിക്കും, സ്നേഹത്തിന്റെ അഭാവവും നമ്മളെ കരയിക്കും. ഇതിൽ രണ്ടിലൊന്നാണ് ലോകത്തിലെ മനുഷ്യരെ കരയിക്കുന്നത് എന്ന് തോന്നുന്നു. ഒന്നുകിൽ സ്നേഹം, അല്ലെങ്കിൽ സ്നേഹത്തിന്റെ അസാന്നിധ്യം. അപ്പോ ആ കരച്ചില് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരിലും ഏറിയോ കുറഞ്ഞോ അളവിലുണ്ട്. ചിലപ്പോൾ അത് വയലന്റായ അട്ടഹാസങ്ങളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുന്നു എന്നത് നിർഭാഗ്യകരമാണ്. ചിലപ്പോൾ അത് മനുഷ്യർ തമ്മിലുള്ള വെല്ലുവിളികളിലേക്ക്, വളരെ നിരർത്ഥകമായ പൊങ്ങച്ച പ്രകടനങ്ങളിലേക്ക് ഒക്കെ അത് അറിയാതെ മൊഴിമാറ്റപ്പെടുന്നു. സത്യത്തിൽ എല്ലാവരും ഉള്ളിൽ കരയുകയാണ് സ്നേഹം അന്വേഷിച്ച്, അല്ലെങ്കിൽ ഒരു വേരാഴ്ത്താനുള്ള ഒരു മണ്ണ് അന്വേഷിച്ച്. അപ്പൊ ഈ ഒരു അറിവ്, അല്ലെങ്കിൽ ഈ ഒരു വിവേകം, അല്ലെങ്കിൽ ഈ ഒരു ഉൾക്കാഴ്ചയിലേക്കുള്ള ക്ഷണം ആ പുസ്തകത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നേരത്തെ കൃഷ്ണകുമാർ മാഷ് പറഞ്ഞതുപോലെ കുഞ്ഞു കുഞ്ഞു കഥകള്, കുറെ കോട്സ്, കവിതകള്, ഇങ്ങനെ പലതരത്തിലുള്ള ഒരു
കാര്യങ്ങൾ ചേർത്ത ഒരു ഒരു പുസ്തകമാണത്. അപ്പോൾ വളരെ വെർട്ടിക്കലി ബൈൻഡ് ചെയ്യുന്നതിന് പകരം ഹൊറിസോണ്ടലി ബൈൻഡ് ചെയ്തിട്ട് വീരാൻകുട്ടി മാഷിന്റെ തൊട്ടു നടക്കുമ്പോൾ എന്ന് പറയുന്ന പുസ്തകം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ആ സ്വഭാവത്തിലൊക്കെ അത്രയും ചെറിയ പുസ്തകം അത്. പക്ഷെ നേരത്തെ കൃഷ്ണകുമാർ മാഷ് പറഞ്ഞതുപോലെ വലിപ്പം ചെറുപ്പം എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ക്വാണ്ടിറ്റേറ്റീവായ ഒരു കാര്യമല്ലല്ലോ. ഇപ്പൊ ക്വാളിറ്റേറ്റീവായ ഒരർത്ഥത്തിൽ അത് വലിയ പുസ്തകമാണ്. അപ്പോ പക്ഷെ ഇതിന്റെ റൈറ്റ്സ് അങ്ങനെയൊന്നും അറിഞ്ഞുകൂടാ, എങ്ങനെയാ അത് മലയാളത്തിലാക്കണം എന്ന് തോന്നി. പക്ഷെ ഒരു വേണ്ടത്ര ഇൻസ്പിറേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് അങ്ങനെ കിടന്നു. അപ്പൊ അതിങ്ങനെ അന്ന് ഗോവയിലെ ഗോവ ഫൗണ്ടേഷൻ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നുകൊണ്ട് അവിടെ ഇഷ്ടംപോലെ നമുക്ക് ഇത് വരുത്താമായിരുന്നു. ഞാൻ തന്നെ ഓർക്കുന്നുണ്ട്, കുറെ അധികം സെറ്റ് കുറെ സുഹൃത്തുക്കൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയും ഞാൻ ആ സമയത്ത് കോളേജുകളിലൊക്കെ പഠിപ്പിക്കായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ കഥ പറഞ്ഞു കൊടുക്കും. അപ്പൊ ഈ കഥകളൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിങ്ങനെ വരുത്തി കൊടുക്കുകയൊക്കെ ചെയ്ത് ഓർമ്മയുണ്ട്. പിന്നെ 2017 ഒരു സുഹൃത്തിന്റെ കൂടെ ഇങ്ങനെ മലേഷ്യയിൽ പോകാൻ സാധിച്ചപ്പോൾ പെനാങ്ങിൽ ചെന്നിട്ട്, സത്യത്തിൽ കൊലാലംപൂരിൽ നിന്ന് ഒരു രാത്രി യാത്ര ചെയ്താലാണ് പെനാങ്ങിൽ എത്തുക. അതൊരു ദ്വീപാണ്. ചൈനീസ് വംശജരും തമിഴ് വംശജരും മലായ വംശജരും ഒക്കെ ഉള്ള ഒരു വംശമിശ്രണത്തിന്റെ സഹവർത്തിത്വത്തിന്റെ സ്നേഹത്തിന്റെ ഒരു യുനെസ്കോ ഹെറിറ്റേജ് പട്ടികയിലുള്ള ആർക്കിടെക്ചറൽ ഹെറിറ്റേജ് ഒക്കെ ഉള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജോർജ് ടൗൺ, പെനാങ്ങിന്റെ ക്യാപിറ്റലാണ് ജോർജ് ടൗൺ. അവിടെയാണ് കൺസ്യൂമർ അസോസിയേഷൻ ഓഫ് പെനാങ്ങിന്റെ ഓഫീസ് ഉള്ളത്. അവിടെ ചെന്നിട്ട് അങ്കിൾ ഇദ്രീസിനെ കണ്ടു. മലേഷ്യയിൽ പ്രായമുള്ള ആളുകളെല്ലാവരും അങ്കിൾ എന്ന് ചേർത്താണ് വിളിക്കുക. അങ്ങനെയാണ് അദ്ദേഹം അങ്കിൾ ഇദ്രീസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോ ഹി വാസ് എ സൂഫി, ഹി വാസ് എ വെരി ഏജ്ഡ് പേഴ്സൺ, വെരി ലവിങ് പേഴ്സൺ. 2 ദിവസമാണ് അദ്ദേഹത്തിന്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ പണ്ടെന്നോ പരിചയമുള്ള ഒരാളെ പോലെയാണ് അദ്ദേഹം ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര ആതിഥ്യ മര്യാദ, കൂടെ ഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കുന്നു. ഞാനൊരു ചെറിയ ഒരു ഹോസ്റ്റല്, ബാക്ക് പാക്കേഴ്സ് ഹോസ്റ്റല് പോലത്തെ ഒരു വളരെ കുറഞ്ഞ പൈസക്ക് അങ്ങനെയുള്ള ഒരു ഇതിലാണ് താമസിച്ചിരുന്നത്. അപ്പൊ അദ്ദേഹം അവിടെ താമസിക്കേണ്ട, അവിടെ വീട്ടിലേക്ക് വരാനൊക്കെ അങ്ങനെയൊക്കെ പല രീതിയിൽ ആതിഥ്യവും സ്നേഹവും ഒക്കെ കാണിക്കുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി സ്നേഹത്തിന്റെ രാഷ്ട്രീയം അത്രയും ഉള്ളിലെടുത്ത വളരെ അപരിചിതനായ പരദേശിയായ ഇനി ഒരിക്കലും കാണാൻ ഒരു സാധ്യതയില്ലാത്ത, എന്നെ കൊണ്ടൊരു ഉപകാരവും കിട്ടുകയില്ല എന്ന് ഉറപ്പുള്ള ഒരു മനുഷ്യന്, ഒരു 10-80 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് എന്നെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ലല്ലോ. അപ്പോ ഈ സ്നേഹത്തിന്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ അനുകമ്പയുടെ രാഷ്ട്രീയം ആഴത്തിൽ തിരിച്ചറിഞ്ഞ ഒരാളാണ് അദ്ദേഹമെന്നും അതിന് പിന്നെ ഇനി ഈ കൺസ്യൂമർ റൈറ്റ്സിന്റെ കൂട്ടത്തിൽ ഈ പുസ്തകം ഇറക്കിയത് എന്തിനാന്ന് പിന്നെ എനിക്ക് ചോദിക്കേണ്ടി വരാത്ത വിധത്തിൽ അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ കൊണ്ട് എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ചോദ്യത്തിന് ആൻസർ തന്നു കഴിഞ്ഞിരുന്നു. അപ്പൊ ഇതിങ്ങനെ മലയാളത്തിൽ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ, അദ്ദേഹം തമിഴനാണ്, തമിഴ് വംശജനാണ്. മലേഷ്യയിൽ വലിയൊരു തമിഴ് പോപ്പുലേഷൻ ഉള്ളത് ചില സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പൊ അദ്ദേഹം ഇത് മലയാള ഭാഷയെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന് കേട്ടറിയാം. അപ്പൊ അദ്ദേഹം ഇതിന് അനുവാദമൊക്കെ തന്നു. അദ്ദേഹം പറഞ്ഞു, ഇത് നമ്മൾക്ക് കോപ്പി റൈറ്റ്സ് ഉള്ളതല്ല, പല സോഴ്സസിൽ നിന്നുള്ള കഥകളാണ്, നിങ്ങൾക്ക് ചെയ്യാം. അപ്പോ അങ്ങനെയാണ് ഈ പുസ്തകം ആ പുസ്തകത്തിന്റെ ഒരു ഒരു എഴുത്ത് വഴി, എഴുത്തിന്റെ നാൾ വഴികളിൽ പറയേണ്ട ഒരു കാര്യം അതാണ്. പക്ഷെ അങ്ങനെയൊക്കെ കഴിഞ്ഞെങ്കിലും ഇതിപ്പോ 2017 കാര്യമാണ്. പിന്നെയും പുസ്തകം വിവർത്തനം ചെയ്യാതെ വർക്ക് ചെയ്യാതൊക്കെ കിടന്നു. പിന്നെ സെലിൽ നിന്നൊരു സുഹൃത്ത് ശശികുമാർ സാറിന്റെ ഏഷ്യാവിലെ തുടങ്ങിയ സമയത്ത് എന്തെങ്കിലും ഒരു സീരീസ് ഒക്കെ ചെയ്യാമോ എന്ന് ചോദിച്ചു. അദ്ദേഹത്തിന് മാധ്യമ വീക്ക്ലിയിലൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സെലിൽ ആവശ്യപ്പെട്ടപ്പോൾ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ചെയ്ത് നോക്കിയാലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് അത് ഖണ്ഡശ സീരിയലൈസ് ചെയ്യാൻ തുടങ്ങിയത്. അതിന്റെ കൂടെ അനസുലിന്റെ ചിത്രങ്ങൾ വന്നു. പിന്നെ എഴുതി കഴിഞ്ഞതിന് ശേഷം പിന്നീട് കുറച്ചും കൂടി അത് റീറൈറ്റ് ചെയ്തു. അതിനുശേഷമാണ് ബോബി അച്ഛന്റെ അവതാരികയ്ക്ക് വേണ്ടി കുറച്ചു കാലം കാത്തിരുന്നു. പിന്നെ പ്രൊഡക്ഷനിൽ നേരത്തെ കൃഷ്ണകുമാർ സാർ ഇത് ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞതുപോലെ പ്രൊഡക്ഷനിൽ വളരെ മെറ്റിക്കുലസ്ലി ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്തത്. അപ്പോൾ അതിൻ്റെ അകത്ത് ചില ബ്ലാങ്ക് പേജസ് വരുന്നു. അപ്പൊ ആ ബ്ലാങ്ക് പേജസ് എങ്ങനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ബ്ലാങ്ക് പേജ് ഇല്ലാതെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റീഅറേഞ്ച് ചെയ്യുന്ന സമയത്ത് കളർ പിക്ചേഴ്സ്
8ന്റെ ടെക്നിക്കലായ ഒരു കാര്യം പറയുകയാണെങ്കിൽ പ്രിന്റിൽ 8ന്റെ ഗുണിതങ്ങൾ വരുന്ന പേജുകളിൽ നമുക്ക് കളർ പ്രിന്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഫുൾ കളർ ആവണം. അപ്പൊ അങ്ങനെയൊക്കെ കുറെ കൺഫ്യൂഷൻസും ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ ആയിട്ട് ഒരുപാട് ലേറ്റ് ആയി, ഒരുപാട് ഡിലേ വന്നു. എത്ര ഡിലേ വന്നാലും കുഴപ്പമില്ല, ഇത് നന്നായിട്ട് തന്നെ ഇറക്കണം എന്ന് മുഹ്സിനാണ് ഇതിന്റെ ഫൗണ്ടർ, ബുക്ക് കഫേയുടെ. മുഹ്സിൻ നല്ല വിഷണറി ആയിട്ടുള്ള ഒരു പബ്ലിഷറാണ്. അപ്പൊ മുഹ്സിൻ അങ്ങനെ നിർബന്ധം ഉള്ളത് കൊണ്ട് നമ്മൾ ഇതിന് തിരക്കൊന്നുമില്ലല്ലോ, നമുക്ക് ആരോടും അങ്ങനെ ഡെഡ് ലൈൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നന്നായി ചെയ്യാം, വൈകിയാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ള മട്ടിൽ എല്ലാം ഒത്തിണങ്ങി അങ്ങനെയാണത് വൈകിയത്. അപ്പോ ഇതിന്റെ ഉള്ളിലുള്ള കണ്ണീര് സത്യത്തിൽ ഒരു ആളുകളെ, നേരത്തെ മാഷ് സൂചിപ്പിച്ചതുപോലെ ആളുകളെ ഡാർക്കാക്കുന്ന കണ്ണീരല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ അടുത്ത് ചില വിദ്യാർത്ഥി സുഹൃത്തുക്കളും ചില നല്ല വായനക്കാരും ഒക്കെ ചില കഥകൾ വായിച്ചിട്ട് പിന്നെ മുന്നിലേക്ക് വായിക്കാനാവാതെ കുറച്ച് അവിടെ വെച്ചു, ഇനി ബാക്കി വായിക്കാൻ ഒരു ധൈര്യം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരെന്നെ പിന്നീട് ഏതോ ഒരു ഉൾപ്രേരണയാൽ ആ പുസ്തകം തന്നെ അവരെ വീണ്ടും ക്ഷണിക്കുകയും അവർ വായിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ചില കഥകൾ നമ്മളെ സങ്കടപ്പെടുത്തുന്നതാണ്, പക്ഷെ ആ സങ്കടപ്പെടുത്തുന്നത് നമ്മളെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ജീവിതത്തിന്റെ വെളിച്ചത്തിലേക്ക് നമ്മളെ ഉണർത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ജിബ്രാന്റെ ഒരു വാചകം ഉണ്ടല്ലോ, നമ്മുടെ ആത്മാവിൽ എത്ര ആഴത്തിൽ ദുഃഖം കൊത്തിവെച്ചിരിക്കുന്നുവോ അത്രയും ആഴത്തിൽ നമുക്ക് ആനന്ദത്തെ നേരിടാനാവും. ദുഃഖം എത്ര ആഴത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ അത്രയും ആഴത്തിൽ, അത്രയും മനോഹരമായി നമുക്ക് ആനന്ദത്തെ ഏറ്റെടുക്കാനാവും. ബെഗോവിച്ച് പറയുന്നുണ്ട്, ബോസ്നിയൻ ഫിലോസഫറാണ്, അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ വ്യക്തിത്വത്തിൽ ആകർഷകമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ കുടിച്ച കണ്ണുനീര് കാരണമാണ്. അപ്പൊ സഫറിങ്ങിന്, പെയിനിനെ നമ്മൾ പൊതുവേ ഒരു മോശപ്പെട്ട കാര്യമായിട്ടാണ് എടുക്കാറുള്ളത്, അല്ലെങ്കിൽ ഒരു ഗതികേടായിട്ട്, ഒരു ദുർഗതിയായിട്ടൊക്കെയാണ് എടുക്കാറുള്ളത്. ജൂവിഷ് മിസ്റ്റിക്കൽ ട്രഡീഷൻ ആയിട്ടുള്ള കബ്ബാലയില് അതിൽ റബ്ബിമാര് പറയാറുണ്ട്, there is nothing more whole than a broken heart. An unbroken heart is an incomplete heart. So നമ്മളുടെ ഹൃദയം തകരുക എന്ന് പറയുന്നത്, നമുക്ക് മുറിവേൽക്കുക എന്ന് പറയുന്നത് നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുക എന്നതിന്റെ തെളിവാണ്. ബോബേച്ചനൊക്കെ ഇടയ്ക്ക് പറയാറുള്ളത് പോലെ നമ്മൾ ജീവിച്ചിരിക്കുന്നതിന് കൊടുക്കുന്ന കപ്പമാണ് യാതനകൾ. അപ്പോൾ നമ്മളെല്ലാത്തിനും ടാക്സ് കൊടുക്കുന്നില്ലേ? ഇപ്പോൾ നമ്മൾ ഇവിടെ ജീവിച്ചിരിക്കുക എന്നതിന് നമ്മൾ എന്ത് ടാക്സ് ആണ് കൊടുക്കുന്നത്? അങ്ങനെ നമ്മൾ കൊടുക്കുന്ന ഒരു നികുതിയായിട്ട് നമ്മൾ നമ്മളുടെ വേദനകളെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ, അതിനെ ചോദ്യം ചെയ്യാതെ സ്വീകരിക്കാൻ പറ്റുകയാണെങ്കിൽ കുറച്ചുകൂടി ആക്സെപ്റ്റൻസിലേക്കും ഫോർഗിവിങ്ങിലേക്കും നമുക്ക് പോകാൻ പറ്റും. ഇയോബിന്റെ പുസ്തകത്തില് ഇയോബ് ചോദിക്കുന്നുണ്ട്, വൈ ഡു ജസ്റ്റ് മെൻ സഫർ? നീതിമാന്മാരായ മനുഷ്യർ എന്തിനാണ് സഹിക്കുന്നത്, എന്തിനാണ് യാതനപ്പെടുന്നത്? ഇപ്പോ മോശപ്പെട്ട മനുഷ്യര്, ഫ്രോഡ് ആയിട്ടുള്ള മനുഷ്യര്, കള്ളത്തരവും ചതിയും കാപട്യമുള്ള മനുഷ്യര് സഹിക്കുന്നതിന് നമുക്ക് വേണമെങ്കിൽ അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് എന്ന് പറയാം. പക്ഷേ നീതിമാന്മാരായ മനുഷ്യര്, നീതിമതികളായ മനുഷ്യര് എന്തിനാണ് യാതന അനുഭവിക്കുന്നത് എന്ന ചോദ്യം ഒരു പുരാതനമായ ചോദ്യമാണ്, മനുഷ്യവംശത്തോളം പഴക്കമുള്ള ചോദ്യമാണ്. ബുദ്ധനെ കൊട്ടാരത്തിൽ നിന്ന് ഇറക്കിയത് ആ ചോദ്യമാണ്. ഫരീദുദ്ദീൻ അത്താർ എന്ന പേരുള്ള ഒരു സൂഫി ഉണ്ടായിരുന്നു, കോൺഫ്ലുവൻസ് ഓഫ് ബേർഡ്സ് ഒക്കെ എഴുതിയ. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിന്റെ പേര് കിതാബുൽ മുസീബത്ത് എന്നാണ്. യാതനകളുടെ ദ ബുക്ക് ഓഫ് സഫറിംഗ് എന്ന് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ നമുക്ക് വിവർത്തനം ചെയ്യാം. ബുദ്ധന്റെ യാതന ഒട്ടും വ്യക്തിപരമായിരുന്നില്ല. ബുദ്ധന് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു, സ്നേഹവും സൗന്ദര്യവും ഒക്കെയുള്ള ഭാര്യ ഉണ്ടായിരുന്നു, എല്ലാം ഒത്തിണങ്ങിയ കുഞ്ഞുണ്ടായിരുന്നു. അപ്പൊ ഇവിടുന്ന് അധികാരവും പ്രശസ്തിയും എന്താണ് വേണ്ടത്? നമ്മൾ സാധാരണഗതിയിൽ ഈ ലൗകികമായ മാനദണ്ഡങ്ങൾ വെച്ച് വിജയം എന്ന് അളക്കുന്ന എല്ലാം ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ നിർവ്വാണത്തിന്റെ വഴിയിൽ നിർമ്മമതയുടെ കൊടി പിടിച്ച് കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ അയാളുടെ ഉള്ളിലുണ്ടായിരുന്ന ചോദ്യം ഈ സഹനത്തിന്റെ പൊരുൾ എന്താണ് എന്നതാണ്. എല്ലാ ഫിലോസഫേഴ്സിനെയും എല്ലാ പ്രവാചകരെയും
എല്ലാ ചിന്തകരെയും, എല്ലാ പരിഷ്കർത്താക്കളെയും, എല്ലാ വിപ്ലവകാരികളെയും, എല്ലാ മനുഷ്യരെയും ഒരു വേള നിർത്തി ചിന്തിപ്പിച്ച ഒരു ചോദ്യം കൂടിയാണത്. റൂമി പറയുന്ന, ജലാലുദ്ദീൻ റൂമി എന്ന സൂഫി കവി പറയുന്ന ഒരു പ്രധാനപ്പെട്ട മനോഹരമായ ഒരു ആശയം, ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത് കൊടുങ്കാറ്റിലൂടെയല്ല, ഇളം കാറ്റിലൂടെയാണ്. പക്ഷേ നമ്മൾക്ക് കൊടുങ്കാറ്റിനെ മാത്രം ശ്രദ്ധിക്കാനാവുന്ന ഒരു രീതി മനുഷ്യന് നിർഭാഗ്യവശാലം ഉണ്ടായി പോയതുകൊണ്ട് ഇളം കാറ്റിനെ നമ്മൾ ഗൗനിക്കണമെങ്കിൽ, ഇളം കാറ്റിലേക്ക് നമ്മളുടെ ഗ്രാറ്റിറ്റ്യൂഡുള്ള ഹൃദയം, കാത്, കണ്ണ്, ചുണ്ട്, തൊലി ഒക്കെ നമ്മൾ വെക്കണമെങ്കിൽ, ആത്മാവിനെ നമ്മൾ അതിലേക്ക് തുറക്കണമെങ്കിൽ അപ്പുറത്ത് കൊടുങ്കാറ്റുണ്ടായേ പറ്റൂ. അപ്പോൾ ആ കൊടുങ്കാറ്റ്, പക്ഷെ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് കാരുണ്യത്തിലൂടെയാണ്, കൊടുങ്കാറ്റിലൂടെയല്ല, ഇളങ്കാറ്റിലൂടെയാണ് എന്ന് അറിവുള്ള മനുഷ്യരൊക്കെ പല വൊക്കാബുലറി ഉപയോഗിച്ച് പല രീതിയിൽ നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ബോബിച്ചൻ പറയാറുണ്ട്, ബൈബിളിലെ ഒരു പ്രധാനപ്പെട്ട വാചകം നീ വിളമ്പിയത് ഭക്ഷിക്കുക എന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ തീന്മേശയിൽ, നമ്മുടെ ജീവിതത്തിന്റെ അരങ്ങിൽ നമുക്ക് വേണ്ടി വിളമ്പി വെച്ചത്, നമുക്ക് വേണ്ടി എടുത്തു വെച്ചത് നമ്മൾ നന്ദിയോടെ നമുക്ക് ഭക്ഷിക്കാനാവുമെങ്കിൽ, അതിൻ്റെ കാര്യകാരണ ബന്ധങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ അല്ലെങ്കിൽ അങ്ങനെ ചോദ്യം ചെയ്യാതെ, കാരണം നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുന്നതിൻ്റെ കാര്യകാരണങ്ങൾ തന്നെ നമുക്ക് പിടികിട്ടിയിട്ടില്ലല്ലോ, നമുക്ക് അറിഞ്ഞുകൂടല്ലോ. നമ്മൾ തീരുമാനിച്ചിട്ട് വന്നതല്ല, നമ്മൾ എന്തെങ്കിലും ഒരു പേയ്മെന്റ് കൊടുത്തിട്ട് വന്നതല്ല. ആൻഡ് സ്റ്റിൽ വി ആർ എൻജോയിങ് ഓൾ ദീസ് തിങ്സ്. ഇപ്പോൾ നമുക്ക് കാഴ്ച പോയ ഒരാൾക്ക് കണ്ണട വാങ്ങണമെങ്കിൽ എത്ര 1000 രൂപ കൊടുക്കണം. അപ്പോൾ ഒരു 1000 രൂപയും കൊടുക്കാതെ കണ്ണുകൊണ്ട് കാണാവുന്ന ഭംഗി മുഴുവൻ നമ്മൾ കാണുന്നു. നമുക്ക് പ്രകൃതി നമുക്ക് തരുന്നത് മുഴുവൻ സൗജന്യമാണല്ലോ. നമ്മളൊരു കാട്ടിൽ പോയാൽ നമുക്കറിയാം, ഒരു അരുവി നമുക്ക് ഫ്രീ ആയിട്ടാണ് വെള്ളം തരുന്നത്. നമ്മൾ ഒരു കുപ്പി വെള്ളം വാങ്ങുമ്പോൾ നമ്മൾ കാശ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ കാഴ്ചകളും നമ്മളുടെ ഈ അനുഭവങ്ങളും അവസരങ്ങളും സൗന്ദര്യാനുഭൂതികളും സുഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ നമുക്ക് ഈ ജീവിതം മുഴുവൻ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നു. അപ്പൊ നമുക്ക് അതിൻ്റെ ആഴം, അതിൻ്റെ വലിപ്പം, അതിൻ്റെ ഭംഗിയൊക്കെ അറിയണമെങ്കിൽ മുറിവുകളുടെ വാതിലിലൂടെ, കിളിവാതിലിലൂടെ നോക്കിയാലേ അതിനുള്ള കാഴ്ച കിട്ടുമെന്ന് തോന്നുന്നു. The wound is the place where the light enters എന്ന് റൂമി പറയുന്നത് പോലെ, ഒരു പുല്ലാങ്കുഴലിന്റെ പ്രരോദനം മുളങ്കാട്ടിൽ, അത് പണ്ട് ഒരു മുളന്തണ്ടിൽ ഒരു ബാംബു റീഡായി അത് പണ്ട് കിടന്നിരുന്നു. അതിനെ ഏതോ ഒരു ഇടയൻ വെട്ടിയെടുത്ത് അതിൽ 7 തുളകൾ വീഴ്ത്തുകയും ആ തുളകളിലൂടെ അയാളുടെ സ്നേഹമസൃണമായ വിരലുകൾ പായുകയും അതിലൊരു തുളയിലൂടെ അയാളുടെ സ്നേഹം ഉമ്മ വെക്കുകയും ചെയ്യുമ്പോഴാണ് സംഗീതം ഉണ്ടാവുന്നത്. അത് മുളന്തണ്ടിൽ തന്നെ അതിൻ്റെ ആദിമമായ വന്യമായ പ്രകൃതത്തിൽ കിടന്നിരുന്നെങ്കിൽ ഒരു പുല്ലാങ്കുഴലിന്റെ സംഗീതം അതിന് കിട്ടുമായിരുന്നില്ല. ഒരു പുല്ലാങ്കുഴലിന്റെ ആയുസ്, ഒരു പുല്ലാങ്കുഴലിന്റെ ഭാവം അതിനൊരിക്കലും കരഗതമാകുമായിരുന്നില്ലല്ലോ. ആ അർത്ഥത്തിൽ നമ്മളൊക്കെയും മുറിവേറ്റ മനുഷ്യരാണ്. മുറിവേറ്റവരല്ലാതെ ലോകത്ത് ആരാണുള്ളത്? വിക്ടർ ഫ്രാങ്ക്ലിൻ പണ്ട് നാസി ഹോളോകോസ്റ്റിന്റെ പശ്ചാത്തലത്തിൽ എഴുതിയതുപോലെ, മനുഷ്യന് എന്തും ഏത് യാതനയും സഹിക്കാൻ പറ്റും, അതിനൊരു അർത്ഥമുണ്ട് എങ്കിൽ. അപ്പോൾ നമ്മൾ പൊതുവെ മനുഷ്യർ ചെയ്യുന്ന ഒരു കാര്യം, നമ്മളുടെ യാതനകൾക്ക്, നമ്മളുടെ സഫറിങ്ങിന്, നമ്മളുടെ ദുഃഖത്തിന് ഒരു മീനിങ് ആട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം മീനിങ്ലെസ് ആയ സഫറിങ് നമുക്ക് താങ്ങാനാവാത്തതാണ്. അപ്പൊ ഒരു മീനിങ് ഉണ്ട് എങ്കിൽ, നമുക്കൊരു മീനിങ് ആട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ഏത് യാതനയെയും ചേർത്ത് പിടിക്കാൻ പറ്റും. അപ്പോൾ ഈ യാതനകളിലൂടെ ആണ് നമുക്ക് കുറച്ചുകൂടി ആഴമുള്ള മനുഷ്യരായി തീരാൻ പറ്റുക, നല്ല മനുഷ്യരായി തീരാൻ പറ്റുക എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമെന്ന് എനിക്ക് സംശയമാണ്. കാരണം
വലിയ ട്രോമകളിലൂടെ കടന്നു പോകുന്ന മനുഷ്യന്മാർ മോശപ്പെട്ട മനുഷ്യരാവുന്നതും നമ്മൾ കാണാറുണ്ട്. എല്ലാ തകർന്ന ഹൃദയങ്ങളും വെളിച്ചം കയറിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ കൂടുതൽ ഇരുട്ടും മൂടിപ്പോയേക്കാം. പക്ഷെ നമ്മളുടെ ഒരു ശ്രമം, നമ്മളുടെ ഒരു അധ്വാനം അതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ, കരുണയുടെ സാധ്യത, കരുണയുടെ ലേപനം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, ക്രൂരതയ്ക്ക് പകരം കരുണയെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുകയാണെങ്കിൽ, നമുക്ക് ഈ എല്ലാ തകർച്ചകളെയും നമുക്ക് എന്താ പറയുക, തുറസിന്റെ ഒരു സാധ്യതയാക്കിയിട്ട് മാറ്റാൻ പറ്റും. അങ്ങനെ തകർന്നതെല്ലാം മറന്ന് നമുക്ക് ആദ്യം മുതലേ തുടങ്ങാൻ പറ്റും എന്നതിൻ്റെ ഒരു ആഹ്വാനം പോലെ, ഒരു ക്ഷണം പോലെ, ഒരു ഉറപ്പുകൊടുക്കൽ പോലെയാണ് ഈ പുസ്തകം നമ്മൾ ഇമാജിൻ ചെയ്യുന്നത്. അപ്പോൾ മലയാളത്തിലെ സാന്ത്വന സാഹിത്യത്തിന്റെ കൂട്ടത്തിൽ ആളുകൾ ഇത് സ്നേഹത്തോടെ, അറിവുള്ള വായനക്കാര് ഇത് സ്നേഹത്തോടെ എണ്ണുന്നത് കാണുമ്പോൾ നല്ല ഗ്രേറ്റ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ട്. വളരെ ഗ്രാറ്റിറ്റ്യൂഡും ചാരിതാർത്ഥ്യവും തോന്നുന്നുണ്ട്. ഈ പരിപാടി സംഘടിപ്പിച്ചതിന് ഔപചാരികതയുടെ പേരിൽ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇത്രയൊക്കെ മതിയാവില്ലേ മാഷെ? സന്തോഷം, വളരെ സന്തോഷം. സാറേ, ഞാൻ അതിന്റെ ഇടയിൽ ഒരുപാട് സന്തോഷം എല്ലാ ആൾക്കാർക്ക്. ഞാന് ഇത് ഒറ്റരിപ്പിൽ വായിച്ച് തീർത്തൊരു പുസ്തകമാണ്. സത്യത്തിൽ വല്ലാതെ മനസ്സിനെ എപ്പോഴും എന്താ പറയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി ഇത് പറയാം. അതില് വൈവിധ്യമായിട്ടുള്ള കഥകളാണല്ലോ ഉൾച്ചേർന്നിരിക്കുന്നത്. അതില് 3 അധ്യാപകരായിട്ട് ബന്ധപ്പെട്ട് തന്നെ 3 കഥകളുണ്ട്. ഒന്ന് ആ റോസ് എന്ന് പറഞ്ഞ 87 വയസ്സുള്ള ഒരു വയോധിക ഒരു ഡിപ്ലോമ കോഴ്സിന് വന്നു ചേരുന്ന, അത് വല്ലാതെ സ്പർശിച്ചു. കാരണം ഈ കൗമാരക്കാരുടെ ഇടയിൽ ഇത്രയും പ്രായം ചെന്നൊരു വയോധിക വന്നിട്ട് അവര് എന്തിനാണ് ഈ ഒരു പ്രായത്തിൽ വരുന്നതെന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. പക്ഷെ അവിടെ ഈ നടക്കാതെ പോയൊരു മോഹം, അത് ഈ എല്ലാം സെറ്റിലായി കഴിഞ്ഞിട്ട് പേരക്കുട്ടികളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അതൊക്കെ വന്നത് കണ്ടിന്യൂ ചെയ്യണമെന്ന് ഉള്ളതും, പിന്നെ തീർന്ന് അതിന്റെ റിസൾട്ട് വരുന്ന ദിവസം കാണാൻ അവരില്ല എന്നുള്ളത്. ഇപ്പൊ എപ്പോഴും മനസ്സിലൊരു വല്ലാത്തൊരു ആഴത്തിൽ പതിയുന്ന ഒരു എന്തോ ഒരു ശൂന്യത, എന്താ പറയാ, വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ മറ്റൊന്നതിലൊരു വല്ലാതെ സ്പർശിച്ച, എല്ലാത്തിലും ഏറ്റവും വിസ്മരണീയമായിട്ടുള്ള മഹാത്ഭുതം സ്നേഹമാണ്. ആ ഒരു ജീവന്റെ താളം എന്നുള്ളതിന്റെ പറയുന്നുണ്ടല്ലോ, ഒരു ജ്യേഷ്ഠനൊരു അനിയത്തിയുടെ എന്താ പറയാ, തുടിക്കാൻ വേണ്ടിയിട്ട് അടുത്തിരുന്ന് പാട്ടുപാടി ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോ കഥകൾ വായിക്കുമ്പോൾ നമുക്ക് എന്താ പറയാ, അത് വ്യത്യസ്തമാണ്. സൈനികരുടെ ഒരു ജീവിത രക്ഷക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. അവര് വളരെ ക്രൂരന്മാരാണ്. പക്ഷെ ആ ഒരു സൈനികന്റെ ഉള്ള സ്നേഹം, അവര് മരിച്ചിട്ടും വിട്ടുപോകാതെ അവരരികിലിരുന്ന് അനുഭവിക്കുന്നത്. പിന്നെ ചേരിയിലെ കുട്ടികൾ, അതിലാണ് വേറൊരു അധ്യാപനത്തിന്റെ ഇത് കണ്ടത്. അതായത് 200 പേര്, എന്താ പറയാ, 10-14 വയസ്സിനിടയിലുള്ള കുട്ടികളുടെ ഒരു പഠനം നടത്താൻ ഒരു പ്രൊജക്റ്റ് ആയിട്ട് ബിരുദധാരികൾക്ക് കൊടുക്കുന്നു. അപ്പൊ അവര് ചെന്ന്, ഇവര് കുറെ പേരൊക്കെ ജയിലിൽ പോവും, കുറെ പേര് മരിച്ചു പോകും, അങ്ങനെയൊക്കെയുള്ള ഒരു റിപ്പോർട്ടൊക്കെ തയ്യാറാക്കി 25 വർഷത്തിന് ശേഷം വരുമ്പോ കാണുന്നത് ഇവരൊക്കെ പുറത്തേക്കൊക്കെ വിദേശത്തൊക്കെ പോയി സംസാരിച്ച് വളരെ കുറച്ച് പേരെ ജയിലിൽ പോയിട്ടുള്ളൂ. വലിയൊരു മാറ്റം കൊടുക്കുന്ന ടീച്ചറാണെന്ന് പറയുന്നുണ്ട് അവിടെ. അപ്പൊ ആ ടീച്ചർ എന്നോട് ചോദിക്കുമ്പോൾ ഞാനൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ അവസാനം പറയുന്ന ഒരു സംഗീതമുണ്ട്, ഞാൻ അവരെ സ്നേഹിച്ചിരുന്നു. ആ കുട്ടിയുടെ സ്നേഹം കൊണ്ടാണ് ആ ഒരു മാറ്റം കൊണ്ടുവന്നുള്ള ഒരു അടിവര അവിടെ ഇടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോ കഥ വായിക്കുമ്പോഴും നമുക്ക് എന്താ പറയാ, ഒറ്റ വായിച്ചെങ്കിലും ഇനിയും വീണ്ടും വീണ്ടും വായിക്കണം എന്നുള്ളൊരു തോന്നല് ഉണ്ടാക്കും. നേരത്തെ കൃഷ്ണ സാർ പറഞ്ഞ എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു സമ്മാനമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു പുസ്തകമായിട്ട് എനിക്കിപ്പോ തോന്നുന്നുണ്ട്. പല പുസ്തകങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട് കുട്ടികൾക്കൊക്കെ വായിക്കാനായിട്ട്, പക്ഷെ ഇത് കയ്യിലെടുത്ത പിന്നെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അതിൽ നമുക്ക് അങ്ങനെ ഒരു നെഗറ്റിവിറ്റി അതൊന്നും ഫീൽ ചെയ്യില്ല. ഒരു പ്രത്യാശയാണ് ഇതിലുള്ളത്. കരുണയുണ്ട്, പ്രത്യാശയുണ്ട്, പിന്നെ ആ ഒരു ഉറപ്പ് എന്ന് പറയുന്നതിൽ ഇതേപോലെ ഒരു മകൻ ഇതിന്റെ അടിയിൽ കിടന്നിട്ട് അല്ലേ, ഒരു 3 ദിവസം കഴിഞ്ഞിട്ടും ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാ അച്ഛന്റെ ഒരു ഉറപ്പ്. അതേപോലെ കൈ നഷ്ടപ്പെട്ട ഒരു പയ്യന്റെ, അവൻ ആ ഒരു ആയോധന ശീലിച്ച് ഫസ്റ്റായി തീരുന്നത്, അതും അധ്യാപക കഥകളിൽ പെടുത്താവുന്നതാണ്. അതും ഒരു അധ്യാപകന്റെ വിവേകം. അതാണ് എല്ലാത്തിലും നമുക്കൊരു എന്താ പറയാ, വല്ലാത്തൊരു ആകർഷണം തോന്നും. ഒരു കഥ വായിച്ചു തരുമ്പോ
അത് നല്ലൊരു സന്ദേശം തരുന്ന കഥകൾ. ഇതിന്റെ ഒരു തെരഞ്ഞെടുപ്പ് സാറ് എങ്ങനെ ഒരുപാട് ഇപ്പൊ ഈ 4 സീരീസിന്റെ ഇതിൽ നിന്നാണല്ലോ സാർ എടുത്തിട്ടുള്ളത്. അതിലൊരു കാര്യം പറയാൻ വിട്ടുപോയി. ആ സീരീസിൽ നിന്ന് മാത്രമല്ല ഈ കഥകൾ എടുത്തിട്ടുള്ളത്. ഇപ്പൊ ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞ അടവുകൾ എന്ന് പറയുന്ന കഥ, അതുപോലെ ഉറപ്പ് എന്ന് പറയുന്ന കഥ, ഇതൊന്നും അതിൽ പെട്ടതല്ല. ഇങ്ങനെ കുറെ കഥകൾ പല സോഴ്സിൽ നിന്നും എടുത്തിട്ടുണ്ട്. ആ പുസ്തകം അതിന് ഒരു പ്രചോദനമായി എന്നേ ഉള്ളൂ. പിന്നെ അതിലെ എല്ലാ കഥകളും നമുക്ക് എടുക്കാൻ പറ്റാത്തതും ചിലപ്പോൾ ആളുകൾക്ക് അങ്ങനെ റിലേറ്റ് ചെയ്യാൻ കഴിയാത്തതും ഒക്കെ ആയിട്ടുള്ള കഥകളുണ്ട്. അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ നേർവിവർത്തനമല്ല, ഒരു പുനരാഖ്യാനം. ചില ഭാഗങ്ങൾ അങ്ങനെ തന്നെ വളരെ മനോഹരമായി എഴുതിയത് പിന്നെ നമ്മൾ പുനരാഖ്യാനം ചെയ്ത് കേടുവരുത്തണ്ട എന്നുള്ള നിലക്ക് വിവർത്തനം ചെയ്ത ഭാഗങ്ങളുണ്ട്. സാർ ഞാൻ പെട്ടെന്ന് എനിക്ക് എത്രയും അങ്ങോട്ട് പറഞ്ഞില്ലെങ്കിൽ ഒരു മനസ്സിലൊരു സമാധാനമില്ല. കാരണം അത്രയും മനസ്സിനെ സ്പർശിച്ച കഥകളാണ്. അത് വായിച്ച് തീർക്കും എന്നുള്ളൊരു ഒറ്റയിരുപ്പിന് തീർക്കണം എന്ന് വിചാരിച്ചു. അത് ഇന്നലെ പകുതിയാക്കി വെച്ചു. വന്നുടനെ തന്നെ ഇന്നത്തെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് വാസി സാറേ അത് മൊത്തം വായിച്ചു കഴിഞ്ഞപ്പോഴേ സമാധാനം. ഇനിയും ഒരു വായിക്കും. കാരണം ഓരോരുത്തരും എന്താ പറയാ, ഒരുപാട് ചിന്തിക്കേണ്ട. ശ്രമ സാറ് പറയുന്നുണ്ടായിരുന്നു, ഓരോ കഥകളും നമ്മൾ വീണ്ടും വീണ്ടും ആഴത്തിൽ വായിക്കേണ്ട കഥകൾ. അത് അല്ലാതെ വെറുതെ ഇങ്ങനെ ഓടിച്ചു പോകണ്ടല്ലോ. അത് അത്രയും പതിഞ്ഞിരിക്കുന്ന വ്യത്യസ്തമായ ഒരു ഭൂപ്രകൃതിയിലും ചേരിയിലുണ്ട്, സൈനികരുടെ ഇതുണ്ട്, പിന്നെ ഒരു അമ്മയുടെ മനസ്സൊരു മകനെ കൊന്ന ഒരു വ്യക്തിക്ക് മാപ്പ് കൊടുക്കുന്നത്, ഇങ്ങനെ എല്ലാം പ്രചോദനാത്മകമായിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും എന്നുള്ളത് 100% ഉറപ്പാണ്. ഒരുപാട് സന്തോഷം സാറേ നേരിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. സമയം ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് ചിത്രം വരച്ച് കാണിച്ചു. അടുത്ത കുട്ടി ആ പൂവിനെ നെടുകെ ഛേദിച്ചാൽ എന്തൊക്കെ കിട്ടും, എന്തൊക്കെ ഉണ്ടാവും എന്നതിനെ കുറിച്ച് ഒരു ശാസ്ത്രീയ പ്രഭാഷണം നടത്തി. ഒന്നും മിണ്ടാതിരിക്കുന്ന 5ാമത്തെ കുഞ്ഞിനോട് ഗുരു ചോദിച്ചു, മകളെ നിനക്കൊന്നും പറയാനില്ലേ? അപ്പൊ അവൾ ഗുരുവിനെ നോക്കി പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, ഗുരു, ഞാൻ അതിനെ അനുഭവിക്കുകയാണ്. അപ്പോ ഇവിടെ അധ്യാപക വിദ്യാർത്ഥികളാണ് കൂടുതലുള്ളതെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് അവരുടെ അടുത്ത് സ്നേഹത്തോടെ പറയാനുള്ളത്, നമ്മളുടെ കുട്ടികൾ പല ആവിഷ്കാരങ്ങൾ നടത്തും. ഒന്നും മിണ്ടാതിരിക്കുന്ന കുട്ടികളെ നമ്മൾ ജഡ്ജ് ചെയ്യാതെ ശ്രദ്ധിക്കണം. അവർ ചിലപ്പോൾ ആഴത്തിൽ അതിനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നാളെ അവരെ ആയിരിക്കാം ഏറ്റവും വലിയ ആവിഷ്കാരങ്ങളുമായി വരുന്നത്. ഇപ്പൊ അവർ നിശബ്ദരോ മൗനികളോ അദൃശ്യരോ ഒക്കെ ആയിരിക്കാം. സാറേ ഇതിനോട് ചേർത്തൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇപ്പൊ നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പോ ആ ഒരു മൊമെന്റിനെയാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. ഇന്നലെ ഞാൻ എവിടെയോ വായിച്ചു അല്ലെ, ആ ഒരു മൊമെന്റിന്റെ സൗന്ദര്യം നമ്മൾ നഷ്ടപ്പെടുത്തുന്നു. ഫോട്ടോ എടുക്കുന്നുണ്ട്, അത് ആസ്വദിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ആ ഒരു മൊമെന്റ് നമ്മൾ നഷ്ടപ്പെടുത്തി പോകുന്നു എന്നുള്ളത് ഇന്നലെ ഏതോ ഒരു കോണ്ടെക്സ്റ്റിൽ വായിച്ചു. അതൊന്ന് ചേർത്ത് പറഞ്ഞു എന്നുണ്ട്. ബാക്കി സാർ പറയുകയാണെങ്കിൽ. ഒരു ആശ്രമത്തില് ഒരു ഗുരു ഉണ്ടായിരുന്നു. കുറെ ശിഷ്യന്മാരും. ഒരു ഗുരുകുല സമ്പ്രദായത്തിൽ അവിടെ കുട്ടികൾ താമസിച്ച് പഠിക്കുന്നതാണ്. അപ്പൊ അതില് സ്ഥിരമായി അവിടെ മോഷണം നടക്കും. കുട്ടികളുടെ അല്ലറ ചില്ലറ സാധനങ്ങളാണ് മോഷ്ടിക്കപ്പെടുക. അവര് വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതും സംഘടിപ്പിച്ചു വെക്കുന്നതും കരകൗശല വസ്തുക്കളൊക്കെ. എല്ലാ തവണയും മോഷ്ടാവിന് കുട്ടികൾ തൊണ്ടി സഹിതം പിടിക്കും. അപ്പൊ കൂട്ടത്തിൽപ്പെട്ട ഒരു പയ്യനാണ് അവിടെ തന്നെയുള്ള അവരുടെ കൂട്ടത്തിൽ തന്നെ പെട്ട ഒരു പയ്യനാണ് മോഷ്ടിക്കുന്നത്. അപ്പൊ അവനെ ഗുരുവിന്റെ അടുത്ത് ഹാജരാക്കി. അപ്പൊ ഗുരു അവനോട് പറയും, മകനെ, നീ മറ്റുള്ളവരുടെ അന്യരുടെ മുതല് അവരുടെ അനുവാദമില്ലാതെ എടുക്കരുത്, അത് തെറ്റാണ് എന്നൊക്കെ അവനെ ഉപദേശിച്ചു വിടും. അവൻ ശരി, ഞാൻ ഇനി എടുക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. പക്ഷെ അടുത്ത ആഴ്ച അവൻ വീണ്ടും ഇത് ആവർത്തിക്കും.
ഇങ്ങനെ എല്ലാ ആഴ്ചയും ഇവൻ മോഷ്ടിക്കുന്നു, കുട്ടികൾ പിടിക്കുന്നു. ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ഇതൊരു സ്ഥിരമായപ്പോൾ കുട്ടികൾക്ക് ഇത് മടുത്തു. അവർ ഗുരുവിന്റെ അടുത്ത് ഒരു പരാതി പോലെ ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട് ഗുരു. ഗുരുവിന് എന്താ പറയാനുള്ളത്? അതെ, ഇതിങ്ങനെ തുടർന്നാൽ പറ്റില്ല. അവനിങ്ങനെ മോഷ്ടിക്കുക, നമ്മളത് പിടിക്കുക, നിങ്ങൾ അവനെ ഉപദേശിച്ചു വിടുക, അവൻ വീണ്ടും ആവർത്തിക്കുക, ഇതിനൊരു അവസാനം വേണ്ടേ? ഇനി ഇവൻ ഇത് ആവർത്തിച്ചാല്, ഇനി ഇവൻ മോഷ്ടിച്ചാല് ഞങ്ങൾ ഇവിടുന്ന് പോകും, അല്ലെങ്കിൽ നിങ്ങൾ അവനെ പറഞ്ഞയക്കണം. അവൻ ഇനി മോഷ്ടിച്ചാൽ അവനെ ഇവിടുന്ന് പറഞ്ഞു വിടണം, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് പോകും. ഇവിടെ വേറെയും ഗുരുകുലങ്ങളൊക്കെ ഉണ്ടല്ലോ, ഞങ്ങൾ വേറെ എവിടെയെങ്കിലും പോയിട്ട് പഠിക്കും. അപ്പൊ ഗുരു അവരോട് ചിരിച്ചിട്ട് പറഞ്ഞു, അവനെ ഞാൻ ഒരിക്കലും ഇവിടുന്ന് പറഞ്ഞു വിടില്ല, നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ പോവാം. അപ്പൊ ഈ കുട്ടികൾ ഞെട്ടി. അതെന്താ? ഞങ്ങളല്ലേ നിങ്ങളുടെ നല്ല ശിഷ്യര്, അവൻ മോഷ്ടാവല്ലേ, അവനല്ലേ പറഞ്ഞു വിടേണ്ടത്. നിങ്ങളുടെ പ്രോമിസിങ് ആയിട്ടുള്ള സ്റ്റുഡിയസ് ആയിട്ടുള്ള പ്രത്യാശയും സന്തോഷവും മാത്രമേ ഉള്ളൂ. പക്ഷെ അവൻ എന്റെ കൂടെ തന്നെ വേണം. നേരത്തെ അഭിമാനം എന്ന് പറയുന്ന കഥയുമായിട്ട് ഇതിന് ഏതോ ഒരു തരത്തിൽ ബന്ധമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് നമ്മൾ പ്രധാനപ്പെട്ട സ്വത്ത് അവരുടെ അന്തസ്സാണല്ലോ, അവരുടെ അഭിമാനം. താങ്ക് യു സർ. ആസിഫ് സർ, എന്തെങ്കിലും ചോദിക്കാൻ? മാം, നൗസർ സാറിനെ ഇങ്ങനെ പേരിലൂടെ ഇങ്ങനെ അറിയാനൊക്കെ എനിക്ക് കാരണഭൂതനായത് സാറ് കൃഷ്ണകുമാർ സാറിലൂടെയാണ് എന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ കൃഷ്ണകുമാർ സാറിന്റെ റൂമിലിരിക്കുമ്പോൾ ചെറിയ പുസ്തകം സാർ വാതോരാതെ എന്നോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്, ഇത് അമൂല്യമായ പുസ്തകമാണ്, അമൂല്യമായ പുസ്തകമാണ്. സാർ ഇന്ന് പ്രിയരാജിനോടും പറയുന്നുണ്ടായിരുന്നു, ഇത് വായിക്കണം, വായിക്കേണ്ട പുസ്തകമാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഞാൻ ഇതിന്റെ ബാക്ക് കവറില് ബോബി ജോസ് കട്ടിക്കാട് അച്ഛൻ വളരെ ഹൃദയത്തിൽ തുളച്ചു കയറുന്ന രീതിയിലുള്ള ഒരു 8-10 സെന്റൻസ് എഴുതിയിട്ടുണ്ട്. അത് ഞാനിന്ന് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ചേരത്തേക്ക് എനിക്കൊന്നും മിണ്ടാൻ പറ്റിയില്ല. കാരണം നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാർക്കും ഈ മുറിവേറ്റ മനസ്സിന്റെ ഉടമകളാണ് നമ്മളെല്ലാവരും. ആർക്കാണ് മുറിവേക്കാത്തത്? അപ്പൊ ഈ ഇത് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കുറച്ചേരത്തേക്ക് ഞാനൊന്നും മിണ്ടാൻ പറ്റിയില്ല. പിന്നെ കോളേജിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയപ്പോഴത്തേക്ക് മനസ്സിൽ ഇങ്ങനെ കിടന്നൊക്കെ ചുറ്റുമാണ് ഈ പുസ്തകത്തെ കുറിച്ച്. അപ്പോൾ ഇതെങ്ങനെയാണെങ്കിലും മേടിച്ച് വായിക്കും എന്നുള്ള കാര്യത്തിനകത്ത് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാൻ വായിക്കും, തീർച്ചയായിട്ടും വായിക്കും. എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആപേക്ഷികമായിട്ട് നോക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും ദുഃഖങ്ങളുണ്ട്. ഒരു മരണത്തിന് വിധിക്കപ്പെട്ട് ഒരു പ്രശ്നത്തില് അകപ്പെട്ടിരിക്കുന്ന 2 വ്യക്തികൾ, ഒന്ന് തീരെ പാവപ്പെട്ടതും ഒന്ന് അതീവ ധനികനുമായ ഒരു വ്യക്തി, അവര് അവസാനം കുറിപ്പെഴുതുകയാണ് അവരുടെ നഷ്ടബോധത്തെ കുറിച്ച്. അപ്പോ തീരെ പാവപ്പെട്ടയാൾ എഴുതി അയാളുടെ ദുഃഖം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഹോട്ടലിൽ നിന്ന് ഒരു ബിരിയാണി കഴിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ആ കുറിപ്പിൽ എഴുതി വെച്ചിരിക്കുന്നത്. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അത് കാണുകയാണ്. അപ്പോൾ മറ്റേയാൾ എഴുതി ധനികനായ വ്യക്തിയുടെ ദുഃഖം എന്ന് പറഞ്ഞാൽ അയാൾ ഉദ്ദേശിച്ച റോൾസ് റോയ്സ് വാങ്ങിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്, ഏതോ ഒരു ഹോട്ടൽ സമുച്ചയം വാങ്ങിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ദുഃഖം എന്ന് പറയുന്നത് ആപേക്ഷികമായിട്ട് ഓരോരോ വ്യക്തികൾക്കും ഏതോ ഒരു രീതിയിലുമുണ്ട്. പക്ഷെ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ആഴത്തിൽ മുറിവേറ്റവന് ഇതേപോലെയുള്ള വാചകങ്ങൾ ലേപനമാണ്. അത് മരുന്നായിട്ട് തന്നെ വർത്തിക്കുകയും അവൻ്റെ ജീവിക്കാനായിട്ട് പിന്നെയും പ്രേരിപ്പിക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞ ഈ ആത്മഹത്യാ പ്രവണതകൾ ഏറ്റവും കൂടുതലുള്ള ഒരു സ്റ്റേറ്റാണ് നമ്മൾ. ഇതേപോലുള്ള പുസ്തകങ്ങൾ ഈ കൂടുതലായിട്ട് സ്കൂൾ കോളേജുകൾ വഴി കൊടുത്ത് അവർക്ക് ജീവിക്കാനായിട്ടുള്ള പ്രേരണ കൊടുക്കാനായിട്ട് ഇതേപോലുള്ള പുസ്തകങ്ങൾക്ക് സാധിക്കും. അങ്ങനെ ഒത്തിരി പേരിലേക്ക് ഇത് എത്തുവരട്ടെ എന്നൊക്കെ കൂടിയാണ് എൻ്റെ ആഗ്രഹം. ഇന്ന് ഇപ്പൊ ഈ പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതെല്ലാം കഥകളാണല്ലോ. അപ്പൊ ഇന്ന് പ്രിയപ്പെട്ട ഈ പ്രിയരാജ് എഴുതി തന്ന ആ ഒരു കുറിപ്പ്, ഓട്ടോഗ്രാഫ് എഴുതി തന്നപ്പോഴത്തേക്ക് അതിനകത്ത് പുള്ളി എഴുതിയിരുന്നത് മാത്രം ഞാൻ വായിക്കാം. കഥ പറയാനുള്ളതാണ്, കഥകൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം, എങ്ങും കഥകൾ പൂക്കട്ടെ, കഥമരങ്ങൾ തളിർക്കട്ടെ, വളർന്ന്
തണലാവട്ടെ. സ്നേഹപൂർവ്വം പ്രിയൻ എന്നും പറഞ്ഞ് എഴുതിത്തന്നു. അപ്പോൾ ഇതിലൂടെ നൗഷാദ് മാഷ് പറഞ്ഞതും കഥകളാണ്. ഈ കഥകൾ നമ്മൾക്ക് ലേപനമായി മാറുകയും അത് കഥകൾ വളർന്ന് പന്തലിച്ച് സ്പ്രെഡായി എല്ലാവർക്കും തണലാവുകയും ചെയ്യട്ടെ എന്ന് മാത്രം ഞാൻ ഇത്തരണത്തിൽ ആശംസിക്കുകയാണ്. എപ്പോഴെങ്കിലും നേരിട്ട് നൗഷാദ് സാറിനെ കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാകും, സംസാരിക്കാൻ പറ്റുമെന്ന് കരുതുന്നു. താങ്ക് യു. ഗുഡ് ഈവനിങ് സർ. ഞാൻ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയാണ്. ഐശ്വര്യ എന്ന് പേര്. അപ്പം ഞാൻ വായിച്ചിട്ടില്ല. പക്ഷെ കൃഷ്ണകുമാർ സാറിന്റെ അവതരണം കഴിഞ്ഞിട്ട് ഇനിയിപ്പോ എന്തായാലും വായിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോ ഇതിനു മുമ്പ് കമ്പിളിക്കണ്ടായിരുന്നു നമ്മൾക്ക് ഭയങ്കര ആഴത്തിൽ ഇമോഷണലി ഒരു റോളർ കോസ്റ്റർ ആയി തോന്നും എന്ന് നമുക്ക് ബുക്ക് റിവ്യൂ കഴിഞ്ഞിട്ട് തോന്നിയിരുന്ന ഒരു ബുക്ക്. അപ്പൊ ഇതും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു. ഓരോ വാല്യൂസും അടങ്ങിയിട്ടുള്ള സ്റ്റോറീസ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഈ ഒരു 20 സ്റ്റോറീസ് ഡിഫറെന്റ് സോഴ്സസിൽ നിന്നല്ലേ എടുത്തേക്കുന്നത്. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ ഈ ഒരു 20 സ്റ്റോറിക്ക് എത്താൻ ചിലപ്പോ സാർ കുറെ വിഷമമുള്ള സ്റ്റോറീസ് വായിച്ചിട്ടുണ്ടാവില്ലേ? അതായത് അത്രയധികം വിഷമമുള്ള സ്റ്റോറീസ് വായിച്ചിട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്തു? ലൈക്ക് ഇമോഷണലി, അതായത് ഒരിടനേക്ക് എനിക്ക് ഭയങ്കര ഈ പറഞ്ഞ പോലെ വിഷമമുള്ള സ്റ്റോറീസ് വായിക്കാനായിട്ട് ഇമോഷണലി റെഗുലേറ്റഡ്, അതായത് ആ സങ്കടത്തിൽ ഇരുന്ന് പോകുന്ന ഒരു ടൈമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ എന്നെ തന്നെ റിഫൈൻ ചെയ്തിട്ട് അത്രയും ഒരു ഭയങ്കര ഒരു ഡെപ്തിലേക്ക് പോവാതിരിക്കാനായിട്ട് ട്രൈ ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പോ ഇതേപോലെ ഇത്രയും അധികം പല സ്റ്റോറീസ് ഫിൽട്ടർ ചെയ്തിട്ടുണ്ടാവാം, ചില സ്റ്റോറീസ് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടാവും. അപ്പോ ഏതെങ്കിലും വേണ്ടാന്ന് വെച്ച സ്റ്റോറീസ് പിന്നീട് കേട്ടാമായിരുന്നു എന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ 20 സ്റ്റോറീസിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളതാണ്. ബാക്കി സ്റ്റോറീസ് ഒക്കെ വായിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. ഇതില് ജീവിതത്തില് നമ്മളെ മുറിവേൽപ്പിക്കുന്ന പലതരം സന്ദർഭങ്ങളും ഇടങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഉദാഹരണത്തിന് പാരന്റിങ്, ഫാമിലിയിൽ നിന്നാണല്ലോ നമ്മളുടെ പലരുടെയും ട്രോമയുടെ ഒരു യാത്ര തുടങ്ങുന്നത്. അപ്പൊ പാരന്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കഥകൾ വേണം എന്നുണ്ടായിരുന്നു. അതുപോലെ സഹോദരങ്ങളുടെ സാഹോദര്യം, സൗഹൃദം, പ്രണയം, ദാമ്പത്യം, പിന്നെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇപ്പൊ ഈ ദേശത്തിന്റെയും മതത്തിന്റെയും വംശത്തിന്റെയും ഒക്കെ പേരിലുള്ള വിഭജനങ്ങൾ, യുദ്ധം, അപരിചിതരായ മനുഷ്യരുടെ ഇടയിൽ സംഭവിക്കുന്ന വളരെ ആഴമുള്ള ആത്മബന്ധങ്ങൾ. അപ്പൊ ഇങ്ങനെ പല സെറ്റിങ്സ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, പല കോണ്ടെക്സ്റ്റ്, പല ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മതം, ഇങ്ങനെ പലതരത്തിലുള്ള കോണ്ടെക്സ്റ്റിൽ നിന്നുള്ള ഇപ്പൊ ഡിസബിലിറ്റി, ഇങ്ങനെയൊക്കെയുള്ള കോണ്ടെക്സ്റ്റിൽ നിന്നുള്ള കഥകൾ വേണം എന്നുണ്ടായിരുന്നു. അപ്പോ കാരണം ഇവിടേക്കാണല്ലോ മനുഷ്യര് മുറിവേൽക്കുന്നത്. ഇപ്പോ പ്രണയം, ദാമ്പത്യം, ഫാമിലി, പാരന്റിങ്, പിന്നെ ടീച്ചിങ്, പിന്നെ സൗഹൃദം, ഇങ്ങനെയൊക്കെ മനുഷ്യർക്ക് പൊതുവെ മുറിവേൽക്കുന്ന ഇടങ്ങളെ നമ്മളിങ്ങനെ നോക്കിയിട്ട് അവിടെ നിന്നൊക്കെയുള്ള കഥകളെ പിക്ക് ചെയ്യാന്നുള്ള ഒരു ആലോചന ഉണ്ടായിരുന്നു. അപ്പോ അത് ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ ഈ കഥകള് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വായിക്കുമ്പോൾ കരയുന്ന നമ്മൾ സ്വാഭാവികമായും അത് വിവർത്തനം ചെയ്യുമ്പോഴും പുനരാഖ്യാനം ചെയ്യുമ്പോഴും കരയും. ഇപ്പോഴും ഞാൻ ചില ആളുകളൊക്കെ എൻ്റെ അടുത്ത് ആ കഥ ഭയങ്കര സ്ട്രൈക്ക് ചെയ്തു, ആ കഥ റാൻഡംലി ആ കഥയാണ് വായിച്ചത്, പിന്നെ അവിടുന്ന് വായിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഒരിക്കൽ കൂടി ആ കഥ എടുത്ത് വായിച്ചു നോക്കും, ഇതിന് മാത്രം എന്താ അതിൻ്റെ അകത്ത് ഉള്ളത് എന്നുള്ള മട്ടിൽ. അപ്പൊ എനിക്ക് കരച്ചിൽ നിർത്താൻ പറ്റാതെ ഞാൻ എപ്പോഴും കരയാറുണ്ട്. അപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കരച്ചിൽ നല്ലതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കണ്ണീര്, മനുഷ്യർ കരയുന്നത് ആത്മാവിന്റെ മാലിന്യങ്ങളെ കഴുകിക്കളയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി നല്ല മനുഷ്യരാവാൻ, കുറച്ചും കൂടി കരുണയുള്ള മനുഷ്യരാവാൻ. ബോബി അച്ഛൻ്റെ ഒരു വാചകം എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട ഒരു വാചകമാണ്. അച്ഛൻ പറയാറുണ്ട്, നമ്മൾ തൊട്ട മനുഷ്യര് നമ്മൾ പോയി കഴിയുമ്പോൾ കുറച്ചുകൂടി സമാധാനമുള്ള മനുഷ്യരും, നമ്മൾ പാർത്ത ഇടങ്ങള് നമ്മൾ പോയി കഴിയുമ്പോൾ കുറച്ചുകൂടി ഭംഗിയുള്ള ഇടങ്ങളും ആയിത്തീരുന്നുണ്ടെങ്കിൽ നമ്മളൊരു സാർത്ഥകമായ ജീവിതം ജീവിച്ചവരാണ്.
അപ്പോൾ അതിന് നമ്മളെ സങ്കടങ്ങൾ സഹായിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള തെരഞ്ഞെടുപ്പുകളാണ് ഉണ്ടായിട്ടുള്ളത്. വിട്ടുപോയ കുറെ, വേണ്ടാന്ന് വെച്ച കുറെ കഥകൾ തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ ഇത് തന്നെ ആളുകൾക്ക് പലപ്പോഴും ഓവർവെൽമിങ് ആണ്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് കഥകൾ വേണ്ട, കുറച്ചൊക്കെ മതി, ഇത്ര മതി എന്ന് വെച്ചതാണ്. ഓക്കെ സർ, താങ്ക് യു. നമസ്കാരം നൗഷാദ് സർ. നമസ്കാരം. കൃഷ്ണകുമാർ സാറിനെയും നൗഷാദ് സാറിനെ ഇങ്ങനെ കേട്ടിരിക്കുകയായിരുന്നു. സാറിന്റെ ബുക്ക് കൃഷ്ണകുമാർ സാറ് വളരെ നന്നായിട്ട് തന്നെ അവതരിപ്പിച്ചു. 2 കഥകളാണ് സാറ് നന്നായി പറഞ്ഞതെങ്കിലും കടൽക്കാക്കകളുടെയും അഭിമാനം 2 കഥകൾ പറഞ്ഞു. അതില് ആ കഥകളിൽ തന്നെ നമ്മളെ മനസ്സിൽ വളരെ ടച്ച് ചെയ്തു. ആ ഒരു റൂത്തിന്റെയും ബന്ദിയുടെയും സ്നേഹവും, പിന്നെ ഒരു അധ്യാപകന്റെ കുട്ടിയോടുള്ള സ്നേഹവും ഒക്കെ വളരെ നന്നായി മനസ്സിലേക്ക് പതിഞ്ഞു. അപ്പൊ അതിലെ കഥകളെല്ലാം തന്നെ ആ സ്നേഹത്തിന്റെ ഒരു വിളിച്ചോതുന്ന കഥകളാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. സാറ് രാവിലെ തന്നെ ഇപ്പൊ ഞങ്ങളോട് പറയുമായിരുന്നു, ടീച്ചറെ എന്തായാലും വായിക്കണം, അത്ര നല്ലൊരു പുസ്തകമാണ്. അപ്പൊ അതപ്പൊ തന്നെ മനസ്സിൽ കുറിച്ചിട്ട് വായിക്കണം. പിന്നെ കേട്ടിട്ട് വായിക്കുമ്പോൾ കുറച്ചും കൂടി എനിക്ക് ഇഷ്ടം തോന്നാറുണ്ട്. പുസ്തകത്തിന്റെ നിരൂപണം കേട്ടിട്ട് വായിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് വായിക്കും. ഈ തിരക്കിനിടയിൽ നൗഷാദ് സാർ ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൽ ഇത്ര അധികം സമയം ഞങ്ങളുടെ കൂടെ ചെലവഴിച്ചതിലൊക്കെ വളരെയധികം സന്തോഷം. ആ വാക്കുകൾ ഇങ്ങനെ കേട്ടിരിക്കാനും വളരെ സന്തോഷം ഒക്കെ ഉണ്ടായി. എന്താ പറയാ, ചില വാക്കുകളൊക്കെ മനസ്സിൽ നന്നായി സ്ട്രൈക്ക് ചെയ്തു. സ്നേഹം കൂടിയാലും കരച്ചിൽ വരും, സ്നേഹത്തിന്റെ അഭാവത്തിലും കരച്ചിൽ വരും എന്നൊക്കെ പറഞ്ഞ വാക്കുകളൊക്കെ മനസ്സിൽ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്തു നന്നായിട്ട്. പിന്നെ ബോബി എച്ചിന്റെ വാക്കുകളും, ഏകാന്തതയോളം വലിയൊരു ദുരന്തം ഇല്ല, തിമിംഗലത്തിന്റെ കഥയൊക്കെ മനസ്സിൽ നല്ല സ്ട്രൈക്ക് ചെയ്ത വാക്കുകളാണ്. അപ്പൊ എന്തായാലും നൗഷാദ് സാറിന് വളരെയധികം സന്തോഷം അറിയിക്കുകയാണ് നമ്മൾ കോളേജിന്റെ. എന്തായാലും ഈ ഒരു പ്രോഗ്രാമിൽ ഇത്രയധികം സമയം ഞങ്ങളോട് പങ്കെടുക്കുകയും വീണ്ടും കഥകൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിലൂടെ, കുട്ടികൾക്ക് വേണ്ടി അധ്യാപക വിദ്യാർത്ഥികളാണല്ലോ, അവർക്കുതകുന്ന കഥകൾ സാറ് 2-3 വീണ്ടും പറയുകയും ചെയ്തു. അതിലൊക്കെ വളരെ സന്തോഷം അറിയിക്കുകയാണ്. കൃഷ്ണകുമാർ സാറിന് പ്രത്യേകം നന്ദി. ഓക്കെ സർ, താങ്ക് യു. എല്ലാവർക്കും ബൈ. താങ്ക് യു സോ മച്ച്. സാർ, ഒരു ചെറിയ സംശയം ചോദിക്കാനുണ്ടായിരുന്നു. ഈ പുസ്തകം ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ ഒരു വാൻഗോഗിയൻ ടച്ച് തോന്നി. വാൻഗോഗിന്റെ ചിത്രങ്ങൾക്ക് ഈ കഥകളുമായിട്ട് എന്തെങ്കിലും സാമ്യമുണ്ടോ? അതായത് സൂര്യകാന്തി പൂക്കൾ ഓരോ ഓരോ അധ്യായത്തിന്റെയും തുടക്കത്തിൽ കൊടുത്തിരിക്കുന്ന മഞ്ഞപ്പൂക്കളും, അതുപോലെ തന്നെ ഇൻട്രോയിൽ കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റാറി നൈറ്റ് ഒരു പോലെ തോന്നുന്ന ഒരു ചിത്രങ്ങളും, ആ ചിത്രങ്ങളും കഥകളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നിങ്ങൾ പുസ്തകം വായിച്ചിരുന്നോ? സമയം കിട്ടിയിരുന്നു? ഇല്ല, വായിച്ചിട്ടില്ല. വാൻഗോഗിന്റെ ഒരു ഭാഗം മാത്രമാണ് ഇൻഡെക്സ് നോക്കിയപ്പോൾ പെട്ടെന്ന് കണ്ടു. പെട്ടെന്ന് വാൻഗോഗിന്റെ ആ ഒരു കഥ മാത്രമേ വായിച്ചിട്ടുള്ളൂ. ഇതിന്റെ പ്രൊഡക്ഷൻ ആർട്ട് സൈഡ് ചെയ്തത് അനസുൽ ആഫ്രീൻ എന്ന പേരുള്ള 2 യങ് ആർട്ടിസ്റ്റുകളാണ്. പിന്നെ ബുക്ക് ഡിസൈൻ ചെയ്തത് ഹാരിസ് എന്ന പേരുള്ള സുഹൃത്താണ്. അപ്പോ അങ്ങനെ പ്രകടമായ ഒരു തീരുമാനത്തോടു കൂടിയുള്ള വാൻഗോഗിന്റെ എന്താ പറയാ, വാൻഗോഗിയൻ സ്റ്റൈല് അഡോപ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു തീരുമാനം എടുത്തിട്ട് ചെയ്തിട്ടില്ല. പക്ഷെ വാൻഗോഗ് അതിലൊരു സാന്നിധ്യം ആയതുകൊണ്ടും, നേരത്തെ പറഞ്ഞതുപോലെ ഈ ജീവിതാസക്തി പോലുള്ള നോവലുകളൊക്കെ നമ്മൾക്ക് പണ്ടേ സ്പർശിച്ചതുകൊണ്ടും നമ്മളെല്ലാവരും വായിക്കുന്ന ആളുകളായതുകൊണ്ടും ഒരുപക്ഷെ അങ്ങനെ പരോക്ഷമായ സ്വാധീനം ഉണ്ടാവാം. എന്തായാലും നമ്മൾ ഇരുന്ന് തീരുമാനിച്ച് അങ്ങനെ ചെയ്തിട്ടില്ല. നൗഷാദ് സാർ, എൻ്റെ ഒരു ചെറിയ ചിന്ത കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊണ്ടുണ്ട്. സാറിൻ്റെ ഒരു അഭിപ്രായം അതിനകത്ത് കേട്ട്, ഈ ലോകം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാം ഹാപ്പി ആയിരുന്നെങ്കിൽ എത്ര അരോചകമായിരുന്നായിരിക്കും അല്ലേ? അതുകൊണ്ടാണോ പടച്ചോൻ നമുക്കിങ്ങനെ ദുഃഖം ഒരു പാനപാത്രത്തിൽ ഇങ്ങനെ തന്നിരിക്കുകയും അതുകൊണ്ട് ഈ കിട്ടാതെ പോകുന്നവർക്ക് അല്ലെങ്കിൽ ദുഃഖിക്കുന്നവർക്ക് ഒരു സഹായമായി തീരുകയും ചെയ്യുന്നു എന്നുള്ള ഒരു ചിന്ത അങ്ങനെയൊക്കെ എന്തെങ്കിലും അതിനെക്കുറിച്ച്? കാരണം ഞാൻ എന്തുകൊണ്ടാണ് ഇയ്യോബിന്റെ കഥ സാറ് പറഞ്ഞായിരുന്നത്,
എന്തുകൊണ്ടാണ് ഇയ്യോബിന് സഹനം സഹിക്കേണ്ടി വന്നിരുന്നതെന്ന് ചോദിച്ച് ഞാൻ ഒരുപാട് പേരുടെ കൊടുത്ത് നടന്ന ഒരാളാണ്. അല്ലെങ്കിൽ നീതിമാൻ എന്തിനു സഹിക്കുന്നു എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചു. എങ്ങൊന്നും ഒരു ആൻസർ കിട്ടിയില്ല. ഞങ്ങൾ ബൈബിളെല്ലാം വായിച്ച് ആൾക്കാർ പറഞ്ഞു ഇതിനകത്തൊന്നും പ്രത്യേകിച്ച് ആൻസർ ഒന്നും പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കുരിശ് രൂപം എടുത്ത് കാണിച്ചിട്ട് എന്നോട് ഒരു വൈദികൻ പറഞ്ഞു, ഈ പുള്ളി എന്നാ കാണിച്ചിട്ടാ ഈ പുള്ളിക്ക് അബദ്ധം പറ്റിയ, അതുകൊണ്ട് ഇതൊന്നും ചോദിച്ചോണ്ട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു. അപ്പോ നൗഷാദ് സാറ് ഈ ഒരു തോട്ടിനോട് എങ്ങനെ പ്രതികരിക്കുന്നത് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം. ഓരോ ഫിലോസഫിക്കൽ ട്രഡീഷനിലും സ്പിരിച്വൽ ട്രഡീഷനിലൊക്കെ പല രീതിയിലാണല്ലോ കാണുന്നത്. ഔസഫ് സാർ പറഞ്ഞതുപോലെ ദിസ് ഹാസ് ബീൻ മൈ പേഴ്സണൽ ക്വസ്റ്റ്യൻ ടു വൈ ദർ ഇസ് സോ മച്ച് സഫറിങ്, വൈ ഡു ജസ്റ്റ് മെൻ സഫർ എന്നുള്ളത്. അപ്പോ ഐ കെയിം അക്രോസ് മൾട്ടിപ്പിൾ ബുക്സ്. വൺ ഓഫ് ദ ബുക്സ് ഇസ് ദ ടെറർ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇറാനിയൻ ഫിലോസഫറിന്റെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, ദ ടെറർ ഓഫ് ഗോഡ്. അപ്പോ ഹി ഹാസ് ആൾസോ റിട്ടൺ അനദർ ബുക്ക് കാൾഡ് ദ ബ്യൂട്ടി ഓഫ് ഗോഡ്. അപ്പോ കക്ഷി എന്താ പറയാ, ഒരു എത്തീസ്റ്റിക് ആയ ആളൊന്നും അല്ല, ഒരു ബിലീവിങ് ഫ്രെയിം, ഒരു ഫെയ്ത്തിന്റെ ഫ്രെയിം വർക്കിനകത്ത് നിന്നിട്ട് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. നേരത്തെ സാറ് തുടക്കത്തില് പറഞ്ഞതുപോലെ ഇപ്പോ സന്തോഷം മാത്രം ഉണ്ടാവുമ്പോ നമുക്ക് സന്തോഷത്തിന്റെ വില മനസ്സിലാവില്ലല്ലോ. ഇപ്പോ തിന്മ ഉള്ളത് കൊണ്ടല്ലേ നന്മക്ക് മൂല്യം ഉണ്ടാവുന്നത്. ഇപ്പോ രാത്രിയും പകലും ചേർന്നതല്ലേ ലോകം, കടലും കരയും ഉണ്ടല്ലോ. അപ്പോ നമുക്ക് ഇതിന്റെ ഒരു മൂല്യം, സന്തോഷം ആഴത്തിൽ അറിയണമെങ്കിൽ സന്താപം അവിടെ വേണ്ടി വരും എന്ന് തോന്നുന്നു. സത്യത്തിൽ നമുക്ക് ലോജിക്കലി ഒരു ലാംഗ്വേജ് ഉപയോഗിച്ച് വിശദീകരിക്കാനാവാത്തതും എന്നാൽ നമ്മുടെയൊക്കെ ഉള്ളില് പണ്ട് കാളിയുങ് ഒരു കലക്റ്റീവ് അൺകോൺഷ്യസ് എന്നൊക്കെ പറഞ്ഞതുപോലെ നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു യൂണിവേഴ്സൽ അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് തോന്നുന്നു ഈ കണ്ണീര് കൊണ്ട് ലാമിനേറ്റ് ചെയ്തതാണ് ജീവിതം എന്ന ഉള്ളറിവ്. അപ്പോ പിന്നെ ഇതൊരു പാസിംഗ് ഫേസ് ആണെന്നും ഇപ്പൊ ജനസിസ് ഉള്ളതുപോലെ തന്നെ അപ്പോക്കലിപ്സും ഉണ്ടല്ലോ. അപ്പോ ഡിലൂജ് എന്ന് പറയുന്ന മഹാപ്രളയം എന്ന് പറയുന്ന ഒരു കാര്യം, ഒരു വിപത്ത് എന്ന് പറയുന്ന ഒരു കാര്യം, ആപത്ത് എന്ന് പറയുന്ന ഒരു കാര്യം, പാമ്പും തേളും പുലിയും കടുവയും എന്ന് പറയുന്ന കാര്യങ്ങൾ കൂടിച്ചേർന്നതാണല്ലോ ലോകം, ഭൂമി. അപ്പോ അതിനോടൊക്കെ സഹിഷ്ണുതയോടെ സഹവർത്തിക്കാനുള്ള ഒരു ഒരു പക്വത ആർജിച്ചെടുക്കുന്ന ഇതിനെയാണല്ലോ നമ്മൾ ആത്മീയത എന്ന് പറയുന്നത്. ഇപ്പോ ബോബിയച്ചനെ വീണ്ടും കോട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ പഞ്ചഭൂതങ്ങളിലും നമ്മുടെ സഹോദരനെ തിരയാനുള്ള നമ്മളുടെ കണ്ണാണല്ലോ ആത്മീയത, ആ ശ്രദ്ധയാണല്ലോ. അപ്പോൾ കാറ്റിലും കടലിലും കനലിലും എല്ലായിടത്തും ഉള്ള നമ്മളുടെ ഒരു ദിവ്യാംശത്തെ, നമ്മളുടെ തന്നെ ഭാഗമായ, നമ്മളും അതും മറ്റൊന്നല്ലാത്ത, സുഖവും ദുഃഖവും രണ്ടല്ലാത്ത, ഞാനും നീയും രണ്ടല്ലാത്ത ഒന്ന് തന്നെ ആവുന്ന ഒരു 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 സാഫല്യത്തിന് അതിലേക്ക് നമുക്ക് എത്താൻ നിയർ ഡെത്ത് എക്സ്പീരിയൻസസ് ഒക്കെ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ നിയർ ഡെത്ത് എക്സ്പീരിയൻസസിന്റെ ഒക്കെ കമ്പാരിറ്റീവ് സ്റ്റഡി, ഈ പുസ്തകത്തിനകത്ത് മരണം ഒരു തീമായിട്ട് വരുന്നുണ്ട്. നേരത്തെ ആരോ ചോദിച്ചതിനുള്ള, അതെ. അപ്പോ മരണം എപ്പോഴും നമ്മൾ ഭയങ്കര ഒരു പ്രശ്നമായിട്ട് എടുക്കുന്ന ഒരു കാര്യമാണല്ലോ. ആക്ച്വലി അത് അങ്ങനെ എടുക്കേണ്ടതുണ്ടോ? ഇപ്പൊ നിയർ ഡെത്ത് എക്സ്പീരിയൻസസിന്റെ കമ്പാരിറ്റീവ് സ്റ്റഡീസ് ഒക്കെ വായിക്കുമ്പോൾ ഈ ഇതിലൊരു കഥ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ആണ്. അപ്പോ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇറ്റ്സ് എ ഡോർ, ഇറ്റ്സ് നോട്ട് എ വാൾ. അപ്പോ ഇഫ് വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് അതൊരു ഭയങ്കര സെന്റൻസ് ആണ്. ഇറ്റ്സ് നോട്ട് എ വാൾ, ഇറ്റ്സ് എ ഡോർ, റൈറ്റ്? അതെ. അപ്പോ അങ്ങനെ, ഇറ്റ്സ് നോട്ട് മൈ സ്റ്റേറ്റ്മെന്റ്, ഐ വാസ് ജസ്റ്റ് ബോറോയിങ് ദാറ്റ് മെറ്റഫർ. അപ്പോ രാത്രി ഉള്ളത് കൊണ്ടാണ് പകലിനെ നമുക്ക് പകലായി അനുഭവിക്കാനാവുന്നത്.
നമ്മൾ നന്മയെ വെനറേറ്റ് ചെയ്യുന്നതും സെലിബ്രേറ്റ് ചെയ്യുന്നതും അപ്പുറത്ത് തിന്മ ഉള്ളതുകൊണ്ടാണ്. അപ്പോ ദുഃഖവും സുഖവും ഒരുമിച്ച് മാത്രം നിലനിൽക്കുന്ന ഒന്നാണ്. താങ്ക് യു സോ മച്ച്. ഭാഷ മതിയാവില്ല എന്ന് തോന്നുന്നു അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ. നമ്മൾ ഭാഷയ്ക്ക് അതീതമായ ഒരു ഭാഷയിൽ നമ്മളെല്ലാവരും ഉള്ളിൽ അത് അറിയുന്നുണ്ട്. മരണം പോലെ കൽപ്പറ്റ നാരായണ മാഷിന്റെ ഒരു വാചകമുണ്ട്, എല്ലാവരും 90 വയസ്സായാലേ മരിക്കുകയുള്ളായിരുന്നു എങ്കിൽ ഈ ലോകം എന്തൊരു അരസികൻ ലോകമായിരിക്കും. ആരുടെയും മൈക്ക് ഓണായി തോന്നുന്നു. സെന്റ് ഫ്രാൻസിസ് ഓഫ് അസിസി അല്ലേ പറഞ്ഞത്, പ്രിയ സോദരി മരണമേ വന്ന് നീ എന്നെ പുൽകിയാലും. അതെ, അത് അത്ര ഒരു ഭയങ്കര സ്നേഹപാരവശ്യത്തോടുകൂടി മരണത്തെ വിളിച്ച് പുൽകാനായിട്ടുള്ള തീവ്രമായ ഒരു ആഗ്രഹമുള്ളായിരുന്നു. അതെ. സൂഫി ട്രഡീഷനിൽ മരണത്തിനെ അവര് വിവാഹമായിട്ടാണ് കാണുന്നത്. അതായത് പ്രണയിനിയിലേക്ക് ലയിച്ചു ചേരുന്ന ഇറ്റ്സ് എ സെലിബ്രേഷൻ. അവര് ഡിസൈപ്പിൾസിനോട് എപ്പോഴും പറയും സെപ്പറേഷൻ പെയിൻഫുൾ ആണ്, പക്ഷെ നിങ്ങൾ ഇതിനെ ഒരു ശോകം പരിപാടിയാക്കി മാറ്റരുത്. യു ഷുഡ് സെലിബ്രേറ്റ് മൈ ഡിപ്പാർച്ചർ. ഐ എം റിട്ടേണിംഗ് ടു മൈ ബിലവഡ്. സാർ നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് നാസർ പട്ടരുമുടം, ആലപ്പുഴയാണ്. ഔസേബ് സാറിൻ്റെ ഒരു പഴയ സുഹൃത്താണ് ഞാൻ. കൃഷ്ണകുമാർ സാറിൻ്റെ ബുക്കിനെ കുറിച്ചുള്ള വാക്കുകൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആകർഷിച്ചു. പുസ്തകം വായിക്കണമെന്നുണ്ട്. എന്തായാലും നല്ലൊരു സ്പീച്ച് രണ്ടുപേരുടെയും, നൗഷാദ് സാറിൻ്റെ അതുപോലെ തന്നെ. ഏകദേശം 35 പേരുള്ളപ്പം ഞാൻ ഈ ഗ്രൂപ്പിൽ കയറിയതാണ്. ഇപ്പോൾ അത് 9 പേരായി ചുരുങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഞാനിത് കണ്ടിന്യൂ ചെയ്യാണ്. ഒരുപക്ഷെ അവസാനം പിരിയുന്ന ഒരാള് ഞാനായിരിക്കാനാണ് സാധ്യത. അത്രമാത്രം എന്നെ ഈ ഒരു പുസ്തകം പരിചയപ്പെടുത്തല് ഏറെ ആകർഷിച്ചു എന്നുള്ളതാണ്. ഒരുപാട് സമയം വൈകിയെങ്കിലും ഞാനൊരു ചെറിയ കാര്യം ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഈ മുറിവേറ്റവരുടെ കഥകൾ അതേക്കുറിച്ച് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ ഒരിക്കലും കഥ കേട്ടതാ, അല്ല ഞാനത് വായിച്ച പുസ്തകമല്ലത്. അതായത് ഏതോ ഒരു രാജ്യത്ത് 10 വയസ്സിന് താഴെ മരണപ്പെടുന്ന കുട്ടികളെ അടക്കം ചെയ്യുന്ന ഒരു സെമിത്തേരി, അടക്കം ചെയ്യുന്ന ഒരു ഭാഗം. 10 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് മുഴുവൻ അവിടെ മരണപ്പെടുമ്പോൾ അടക്കം ചെയ്യുന്നത്. അങ്ങനെ ആ അടക്കം ചെയ്ത ആ സെമിത്തേരിയിൽ അവരുടെ പേരൻസ് ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടിയിട്ട് പലപ്പോഴും അവിടെ വരികയും പൂക്കൾ അർപ്പിക്കുകയും ഒക്കെ ചെയ്തു പോകുന്ന ഒരു സാഹചര്യം. അങ്ങനെ ഒരിക്കൽ അവിടെ എത്തിപ്പെടുന്ന ആളുകൾ എല്ലാവരും കൂടി ചേർന്ന് അവരൊരു സംഘം രൂപീകരിക്കുകയാണ്. അങ്ങനെ അവരുടെ തന്നെ ഈ 10 വയസ്സിന് താഴെയുള്ള കൊച്ചു കുഞ്ഞുങ്ങളുമൊക്കെ എത്തും. ആ കുഞ്ഞുങ്ങളെല്ലാം ഒരു പിന്നീട് അവരുടെ എല്ലാവരുടെയും കൂടെ കുഞ്ഞുങ്ങളായി മാറുന്നു. ആ മുറിവേറ്റവരുടെ പിന്നീടുള്ള അവസ്ഥയെന്ന് പറയുന്നത് വളരെ, അവർ ഇടയ്ക്കിടയ്ക്ക് 2-3 മാസം കൂടുമ്പോൾ ഒരുമിച്ച് കൂടുന്നു. വലിയ സന്തോഷത്തിൻ്റെ ആധിക്യത്തിലേക്ക്, ആനന്ദത്തിൻ്റെ ആധിക്യത്തിലേക്ക് ആ കുഞ്ഞുങ്ങളും ആ കുടുംബവും എല്ലാം പിന്നീട് ഒരു വലിയൊരു കുടുംബമായി. ഒരു കുട്ടി ഒരു വീട്ടിൽ നിന്ന് മരിക്കുന്നുവെങ്കിൽ പോലും പക്ഷെ അവർക്ക് ധാരാളം കുട്ടികൾ ഓരോ ഫാമിലിക്കും ഉണ്ടായിത്തീരുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ ആ ജീവിതം അവിടെ വഴിതിരിച്ചു വിടുന്ന ഒരു വലിയൊരു നല്ലൊരു ഒരു കഥ ഞാൻ ഒരിക്കൽ വായിച്ചിട്ടുള്ളൊരു കഥയാണ്. ആരാ എഴുതിയെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല, ഒരുപാട് നാൾ മുമ്പാണ്. അപ്പം അതും ഒരു മുറിവേറ്റവരുടെ ഒരുപാട് മുറിവേറ്റവരുടെ ഒരു കഥ. അത് വളരെ നമുക്ക് വായിച്ചു പോകുമ്പോഴത്തേക്ക് രസമായിട്ട് തോന്നും നമുക്കത്. അപ്പം എന്തായാലും വളരെ വൈകി എങ്കിൽ തന്നെ ഈ പുസ്തകം എവിടെ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഔസേബ് സാറിനെ വിളിച്ച് ആ കാര്യങ്ങൾ ചോദിക്കാമെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്തായാലും ഞാൻ ആ പുസ്തകം വായിക്കും. അതുപോലെ കോഴിക്കോട് ആയിട്ട് എനിക്ക് കണക്ഷൻസ് ഉണ്ട്. ഞാൻ കോഴിക്കോട് വരുമ്പോൾ നൗഷാദ് സാറിനെ കാണാൻ ശ്രമിക്കും. നൗഷാദ് സാറിൻ്റെ നമ്പർ കൃഷ്ണകുമാർ സാറിൻ്റെന്നോ അല്ലെങ്കിൽ ഔസേബ് സാറിൻ്റെന്നോ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും നേരിൽ കാണണമെന്ന് ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും കാണും. ഈ യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളോടുമുള്ള സ്നേഹവും നന്ദിയും ഒരിക്കലും കൂടി എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.
സാറേ, എൻ്റെ പേര് സുജാത. ഞാൻ തിരുവനന്തപുരം നെയ്യാറ്റിൻകര. കൃഷ്ണകുമാർ സാറിന്റെ ഈ പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല. കൃഷ്ണകുമാർ സാറിന്റെ അവതരണവും സാറും ഈ പുസ്തകത്തിനെ കുറിച്ച് പറഞ്ഞത് കേട്ടുമ്പോൾ തീർച്ചയായിട്ടും വായിക്കും. വളരെ ഒരു നൈർമല്യമുള്ള സ്നേഹോഷ്മളമായ ഒരു രാത്രി, ഈവനിങ് തുടങ്ങി രാത്രി എനിക്ക് കിട്ടിയെന്ന് എനിക്ക് പറയാൻ കഴിയും. ഇപ്പോൾ കുന്തി പറഞ്ഞതുപോലെ ദുഃഖം തരൂ കൃഷ്ണ, ഞാൻ നിന്നെ അറിയട്ടെ എന്ന് പറയുന്ന പോലെ ദുഃഖത്തിന്റെ സ്നേഹത്തിന്റെ കണ്ണീര് എപ്പോഴും നമ്മളെ ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കുന്നു. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. സാറേ, വളരെ തിരക്കിന്റെ ഇടയിലും സാറ് പങ്കെടുത്തതിലുള്ള സന്തോഷം അറിയിക്കുക കേട്ടോ. നമുക്ക് സമയത്തിന്റെ ഒരു പ്രശ്നം കാരണം കുട്ടികൾ ഹോസ്റ്റലിലൊക്കെ ഉള്ളവരാണേ. അപ്പോൾ ക്ലോസ് ചെയ്യാന്ന് ആലോചിക്കുകയാണ്. ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? ഇതില് ഈ പറഞ്ഞ പോലെ എല്ലാ കഥകളും വായിച്ചിരിക്കേണ്ടതാണ്. അതിലൊരു ജീവന്റെ താളം, അത് വായിച്ചാൽ കരയാത്തവരും കരയുന്നുള്ളതാണ്. ഈ കരയിപ്പിക്കലല്ല, പക്ഷെ അതിൽ ആ ഒരു നമ്മുടെ ആ ഒരു പ്രതീക്ഷയും പിന്നെ ആ കഥയും കൂടെ പറഞ്ഞിട്ട് നിർത്താന്ന് വിചാരിക്കുന്നു. സാറ ഗർഭിണിയാണ്. അപ്പോ താഴെ 3 വയസ്സുള്ള മോനുണ്ട്, അമല്. വലിയ പ്രതീക്ഷയാണ് ആ വീട്ടില്. പുതിയ ആള് വരുമല്ലോ, അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. ഈ കുഞ്ഞൻ അമല് വന്ന് അമ്മയുടെ വയറിന്റെ അടുത്ത് വന്നിരുന്ന് കുഞ്ഞനേത്തിയാണെന്നുള്ള ഒരു ഇതില് പാട്ടൊക്കെ പാടി കൊടുക്കും. കുറെ സമ്മാനങ്ങളൊക്കെ അടുത്ത് കൊണ്ടുവയ്ക്കും. പക്ഷെ ഒരു 6-ാം മാസത്തിലോ 7-ാം മാസത്തിലോ ഇത് ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരികയാണ്. അങ്ങനെ തീവ്രപരിചരണ വിഭാഗത്തിൽ ആ പെൺകുഞ്ഞാണ്. അതിനെ വളർത്തി അതിനിങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, കാരണം പുതിയ കാല ടെക്നോളജി ഒക്കെ ഉള്ളതാണ്. പക്ഷെ പിന്നെ ഡോക്ടേഴ്സ് പറയാണ് നിങ്ങളത് ഉൾക്കൊള്ളണം, ആ കുഞ്ഞ് വളരില്ല എന്നുള്ളത്. അപ്പൊ സാറയ്ക്ക് തോന്നുകയാണ് ഈ അമലിനെ കൊണ്ടുപോയിട്ടൊന്ന് മരിക്കാൻ പോകുന്ന കുഞ്ഞനുജത്തിയെ ഒന്ന് കാണിച്ചു കൊടുക്കാം. അവിടെ ചെല്ലുമ്പോ കുട്ടികളെ ഈ ICU ഉള്ളിലേക്ക് കടത്തില്ല എന്ന് നേഴ്സ് തടയുന്നുണ്ട്. പക്ഷെ ഈ കുഞ്ഞൻ അമലിന്റെ മുഖം കണ്ടപ്പോ ആ നേഴ്സും അവരെ കടത്തി വിടുകയാണ്. അവരെ ആരെയും കൂസാതെ കുറെ യന്ത്രങ്ങൾക്കിടയിൽ കിടത്തിയിരിക്കുന്ന കുഞ്ഞു പെണ്ണിനെ അതിന്റെ അരികിലെത്തി. അമലിനെ പതുക്കെ എടുത്തൊരു ചെറിയ സ്റ്റൂളിൽ ഇരുത്തി. അവൻ കുഞ്ഞുവാവയെ കൂടുതൽ നന്നായി കാണാൻ വേണ്ടി ഇങ്ങനെ എത്തിച്ചു നോക്കുന്നുണ്ട്. വയറുകൾക്കും യന്ത്രങ്ങൾക്കും ഒക്കെ ഇടയിൽ കണ്ണുപൂട്ടി ഉറങ്ങിക്കിടക്കുന്ന തന്റെ കൂടപ്പിറപ്പിനെ അമല് വളരെ വേദനയോടെ നോക്കുന്നുണ്ട്. പിന്നെ ഒരല്പം ഇങ്ങനെ മുന്നോട്ടഞ്ഞ് ഒരു 3.5 വയസ്സുകാരന്റെ നിർമ്മലമായ ശബ്ദത്തില് തന്റെ കുഞ്ഞനുജത്തിക്ക് വേണ്ടി അമൽ ഒരു പാട്ട് പാടാൻ തുടങ്ങുകയാണ്. ആ പാട്ട് അമല് കുഞ്ഞായിരിക്കുമ്പോ അമ്മ പാടിക്കൊടുക്കാറുള്ള പാട്ടാണ്. കുഞ്ഞുവാവേ നീ എൻ്റെ മാനത്തെ അമ്പിളി മാമൻ, നീ എൻ്റെ വീടിൻ്റെ രാജകുമാരി, ജീവന്റെ ജീവനാണ് അഴകാണ് നീ, മിഴികൾ തുറന്നെൻ്റെ ചാരത്തുവ, കഥകൾ കോർത്തൊരു മാല തരാം ഞാൻ എന്ന് അമലിങ്ങനെ പാടുകയാണ്. അത്ഭുതമാണ്. ആ കുഞ്ഞ് അവിചാരിതമായിട്ടൊന്ന് ഇളകി. തോന്നിയതാണെന്ന് സാറയ്ക്ക് തോന്നുകയാണ്. അമൽ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. കുഞ്ഞൻ അവന് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. നന്നേ ചെറിയ ആ കരച്ചിലിനോളം ഇടറിയ ശബ്ദത്തില് സാറെ അവനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവന്റെ ചുമലിൽ ഇങ്ങനെ തലോടുന്നുണ്ട്. കുഞ്ഞു വീണ്ടും ഇളകുകയാണ്. തോന്നിയതല്ല, സാറയ്ക്ക് ഉറപ്പായി. കുഞ്ഞിന്റെ പൾസില് നല്ല മാറ്റം സ്ക്രീനിൽ കാണുന്നുണ്ട്. അവളുമായിട്ട് ഘടിപ്പിച്ച യന്ത്രത്തിരശീലയില് തരംഗങ്ങളുടെ ഒരു പ്രയാണം സംഗീതം പോലെ ആവിർഭവിക്കുന്നത് ഹെഡ് നേഴ്സ് കണ്ടു നിന്നു. അവർ ഓടി കുഞ്ഞിന്റെ അരികിലെത്തി.
ആ കുഞ്ഞിന്റെ ശ്വാസത്തിലുണ്ടായ പുരോഗതി കണ്ട് അവിടെ നിന്ന് എല്ലാ ഡോക്ടേഴ്സിനൊക്കെ അത്ഭുതമായി. അപ്പോഴും മറ്റവൻ പാട്ടുപാടിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞനമൻ മിഴികൾ തുറന്നെന്റെ ചാരത്തുവ, കഥകൾ കോർത്തൊരു മാല തരാം ഞാൻ. സ്നേഹത്തിന്റെ ആ ഒരു പ്രതീക്ഷയാണ് ശരിക്കും ഇതില് ആ കുഞ്ഞിന്റെ ജീവൻ തിരിച്ചു പിടിക്കുന്നത്. പിന്നെ ജീവന്റെ താളം എന്നൊരു കഥയും കൂടി ഇതിലുണ്ട് എന്ന് പറഞ്ഞ് നിർത്തുകയാണ്. സാറിന് വീണ്ടും നന്ദി പറയും. സന്തോഷം മാഷേ, ഞാനാണ് നന്ദി പറയേണ്ടത്. എല്ലാവർക്കും നന്ദി, ഇത്രയും നേരം ഇരുന്നതിന്, ഇത്ര മനോഹരമായ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചതിന്. നമ്മുടെ ഈ പരിപാടിക്ക് ഔപചാരികമായി നന്ദി പറയുന്നതിനായി 2ാം വർഷ BEd മലയാളം വിദ്യാർത്ഥിനി ആതിര മനോജിനെ ക്ഷണിക്കുന്നു. ബോബി അച്ഛന്റെ വാക്കുകളെ സ്മരിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം. ഏകാകികൾക്കും വിഷാദികൾക്കും ഒരു പക്ഷേ സുവിശേഷമായി മാറാവുന്ന, ഹൃദയം കൊണ്ട് എഴുതിയ ഈർപ്പമുള്ള ഒരു പുസ്തകമാണ് മുറിവേറ്റവർക്കുള്ള കഥകൾ. ഒരു പക്ഷേ ഇനി ഇതുപോലൊരു പുസ്തക നിരൂപണം കിട്ടുമോ എന്ന് പോലും അറിയില്ല. അത്രമേൽ മനോഹരമായിട്ടാണ് കൃഷ്ണകുമാർ മാഷ് ഓരോ കഥകളിലെ വരികളും നമുക്ക് മുന്നിൽ എത്തിച്ചത്. ഈ സന്തുഷ്ടവേളയിൽ നന്ദി അറിയിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. നമ്മുടെ കോളേജിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കൂടെ നിൽക്കുന്ന പ്രിൻസിപ്പൽ സുസ്മിത മിസ്സിന് സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. പരിപാടി സ്വാഗതം അറിയിച്ചു സംസാരിച്ച പ്രിയപ്പെട്ട സുഹൃത്തും 2ാം വർഷ BEd മലയാളം വിദ്യാർത്ഥിനിയുമായ ലയന ടിക്ക് നന്ദി പറയുന്നു. ഏറെ തിരക്കുകൾക്കിടയിലും നമ്മോടൊപ്പം സംവദിക്കാനും സമയം ചെലവഴിക്കാനും കാണിച്ച നൗഷാദ് മാഷിന്റെ നല്ല മനസ്സിന് സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. എത്ര പറഞ്ഞാലും മതിവരാത്തതാണ് കൃഷ്ണകുമാർ മാഷിന്റെ പുസ്തക നിരൂപണം. ഒറ്റ വാക്കിൽ നന്ദി പറയാൻ കഴിയില്ല എങ്കിലും ഔപചാരികതയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഈ പരിപാടിയുടെ എല്ലാ വിജയത്തിനും പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന സ്റ്റുഡന്റ് കോർഡിനേറ്റർ അക്ഷയ്ക്കും ടീച്ചർ കോർഡിനേറ്റർ ഹീര ടീച്ചർക്കും മോണിക്ക മിസ്സിനും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി. ഈ പരിപാടിയെ ആദ്യാവസാനം ക്രമീകരിച്ചും മികച്ച രീതിയിൽ കൊണ്ടുപോയതും നമ്മുടെ സുഹൃത്ത് ശ്രീദേവിയാണ്. ശ്രീദേവിക്കും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. ഈ പരിപാടിയുടെ വിജയം നമ്മൾ ഓരോരുത്തരുടെയുമാണ്. എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നന്ദി. യെസ് സർ. ഇതിന്റെ കുഴപ്പമില്ലാന്ന് വെച്ചാൽ